ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സൗകര്യം അല്ലെ. ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ആരായിരുന്നു? √2. അവിടെ നിന്ന് √8, √18, √32 ഇങ്ങനെയാണ് വന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? 6, 12, 18 etc. is 2790. Then the sum of first 30 terms of the arithmetic sequence 13, 19, 25 etc. is. അപ്പൊ ആദ്യത്തെ സീരീസ് നമുക്ക് നോക്കാം. അടുത്തൊരു ചോദ്യം. A man bought an article for ₹874. ഒരാള് 784 രൂപ കൊടുത്ത് ഒരു ആർട്ടിക്കിൾ വാങ്ങുകയാണ്. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 12% GST വരുന്നുണ്ട്. ആ രണ്ട് സംഖ്യകളുടെ തുക, അവരുടെ വ്യത്യാസം, അവരുടെ ഗുണനഫലം, ഇവരുടെ അംശബന്ധം എത്രാന്ന് തന്നിട്ടുണ്ട്? 30 എന്നാണോ തന്നിരിക്കുന്നത്? ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നമ്മുടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള, ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണ്. അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നു വന്നിട്ടുള്ള പരീക്ഷകളിൽ നിന്നുള്ള കണക്ക് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മളൊന്ന് പരിശോധിച്ച് വരികയായിരുന്നു. അതിനകത്ത് നമ്മൾ 2 ക്ലാസ്സുകളിലായിട്ട് കുറേയധികം ടോപ്പിക്സ് പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ. കുറേയധികം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട 3 ടോപ്പിക്സ് ആണ് നമ്മൾ അവിടെ പരിചയപ്പെട്ടത്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ഫ്രാക്ഷൻസ്, ഡെസിമൽസ് ആദ്യം നമ്മൾ ചെയ്തു അല്ലെ. അതിനുശേഷം എന്താണ്? പലിശയുമായിട്ട് ബന്ധപ്പെട്ട് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടൈം ആൻഡ് ഡിസ്റ്റൻസ്, സമയവും ദൂരവും വേഗതയും വരുന്ന ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്തു. അതെ, ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്കാണ്. ആ ഒരു ഓർഡർ കറക്റ്റ് ആണെങ്കിൽ അടുത്ത് വരേണ്ടത് മെൻസുറേഷൻ അഥവാ ജോമെട്രി ആണ്. ആക്ച്വലി നമ്മൾ അത് ആ ഒരു ക്ലാസ് ആയിട്ട് തന്നെ, ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേകിച്ച് ക്ലാസ് ആയിട്ട് തന്നെ നമ്മുടെ 50 സീരീസിൽ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ ഈ ഒരു സീരീസിൽ അത് ഉൾപ്പെടുത്തുന്നില്ല. അപ്പൊ ആ ഒരു ഓർഡറിൽ അല്ലെങ്കിൽ ആ ഒരു ക്രമത്തിൽ ഇനി വരേണ്ടത് പ്രോഗ്രേഷൻസ്, അരിത്തമെറ്റിക് പ്രോഗ്രേഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കുറേയധികം ചോദ്യങ്ങൾ, അല്ലെങ്കിൽ ഒരുവിധം പരീക്ഷകളിലെല്ലാം അരിത്തമെറ്റിക് പ്രോഗ്രേഷന്റെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് കട്ടിയുള്ളതും വന്നിട്ടുണ്ട്, വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ അവരെ നമുക്ക് പരിചയപ്പെടണം. അതുപോലെ ഇപ്പൊ 8 എണ്ണം വീതം ചോദ്യങ്ങൾ വന്നിട്ടുള്ള ടോപ്പിക്സ് എവിടെ തീരും? പ്രോഗ്രേഷൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് കൂടെ ആകുമ്പോൾ കഴിയും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടുത്ത സീനിയോറിറ്റി നോക്കുന്നത് 7 ക്വസ്റ്റ്യൻസിൽ കൃത്യമായി ചോദിച്ചിട്ടുള്ള ആ രീതിയിൽ വന്നിട്ടുള്ള ടോപ്പിക്സ് ആണ്. അത് പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ടൈം ആൻഡ് വർക്ക്, ആവറേജ്, ആ രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ടൈം ആൻഡ് വർക്കിൽ നിന്ന് 6 ചോദ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. 6 ചോദ്യങ്ങളെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. കിട്ടിയത് പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, ആവറേജ് എന്ത് കിട്ടിയിട്ടുണ്ട്? 7 എണ്ണം വീതം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്രമത്തിൽ തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു ക്ലാസ്സിൽ ആദ്യം നമ്മൾ നോക്കുന്ന ടോപ്പിക്ക് പ്രോഗ്രേഷൻസ് ആണ്. അപ്പൊ പ്രോഗ്രേഷൻസിനകത്ത് ജോമെട്രിക് പ്രോഗ്രേഷനും അരിത്തമെറ്റിക് പ്രോഗ്രേഷനും ആണ് പ്രധാനമായിട്ട് നമ്മുടെ പരീക്ഷകളിൽ വരാറുള്ളത്. പക്ഷെ നമുക്ക് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ അനലൈസ് ചെയ്തപ്പോൾ കിട്ടിയിരിക്കുന്ന ചോദ്യങ്ങളിൽ മുഴുവനും എന്ത് തന്നെയാണ്? അരിത്തമെറ്റിക് പ്രോഗ്രേഷൻ തന്നെയാണ്. അപ്പൊ ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് ആദ്യം നോക്കണം. അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. റെഡിയാണേ? അപ്പൊ എല്ലാവരും എന്റെ കൂടെ തന്നെ ചെയ്തു വരിക. ഇത് കഴിഞ്ഞ പരീക്ഷകളിലെ ചോദ്യങ്ങളാണ്. നിങ്ങൾ ഒരു തവണയെങ്കിലും കണ്ടിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾ കാണുമ്പം എന്ത് ചെയ്യുക? നിങ്ങൾ ആദ്യം തന്നെ ഉത്തരം കണ്ടെത്തുക കേട്ടോ. ഉത്തരം കണ്ടെത്തിയതിന് ശേഷം മാത്രം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ബാക്കി കാണുക കേട്ടോ. ആ രീതിയിൽ തന്നെ ഒരു റിവിഷൻ പോലെ തന്നെ പോട്ടെ. ഇത് റിവിഷൻ ക്ലാസ് തന്നെയാണ്. അപ്പോൾ ആ റിവിഷൻ സ്ട്രക്ചറിൽ തന്നെ നിങ്ങൾ പഠിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ പോകുന്ന ആദ്യത്തെ ടോപ്പിക്ക് പ്രോഗ്രേഷൻസ് ആണ്. അപ്പൊ ഇവിടെ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ ഭൂരിഭാഗം എന്ത് തന്നെയാണ്? അരിത്തമെറ്റിക് പ്രോഗ്രേഷന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അപ്പൊ അതിൽ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, റൈറ്റ് ദ നെക്സ്റ്റ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രേഷൻ. ഈ തന്നിട്ടുള്ള അരിത്തമെറ്റിക് പ്രോഗ്രേഷന്റെ തൊട്ടടുത്ത പദം ഏത് എന്നാണ്. അപ്പൊ തന്നിരിക്കുന്ന നമ്പേഴ്സ് നോക്കിയടാ. 2, 8, 18, 32 ഈ ഒരു ക്രമത്തിൽ പോവാണ്. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ, ഇതിന് കാണുമ്പോൾ ഇതിനകത്തുള്ള സംഖ്യകൾ, റൂട്ടിനുള്ളിലുള്ള സംഖ്യകൾ എന്തായിട്ട് വരുന്നില്ല? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രേഷൻ ആയിട്ട് വരുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് പോയി കേട്ടോ. അപ്പൊ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു പ്രോഗ്രേഷൻ കിട്ടുന്നില്ല. പക്ഷെ നമുക്ക് ഇതിനകത്ത് പ്രോഗ്രേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ ആദ്യത്തേത് √2 അല്ലേ, ആദ്യത്തെ ടേം. അപ്പൊ √2ൽ നിന്ന് തൊട്ടടുത്ത പദത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഒരു √8 ആണ്. അപ്പൊ നമ്മൾ ആ √8നെ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ √4 × 2 എന്ന ക്രമത്തിലാണ്. √8 എന്നതിന് പകരം √4 × 2 എന്നാണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? 2√2 എന്ന് എഴുതാം. കണ്ടോ? അപ്പൊ ആദ്യത്തെ പദം ആരായിരുന്നു? √2 ആയിരുന്നു. കണ്ടോ? അടുത്ത വരുമ്പോ എന്താ കിട്ടുന്നത്? √18 എന്നാണ് നമ്മുടെ കയ്യിലുള്ളത്. അതിനെങ്ങനെ എഴുതാ? √9 × 2 എന്ന് എഴുതാമല്ലോ അല്ലെ.
9 റൂട്ട് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് 3√2 എന്ന് എഴുതാം. എല്ലാവരും എൻ്റെ കൂടെ എടുത്ത് വരിക. ഓക്കെ, അടുത്ത നമ്പർ നോക്കുമ്പോൾ √32 എന്നാണ് അല്ലെ. 32നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 16 × 2 എന്ന് എഴുതാൻ പറ്റും. 16ന്റെ റൂട്ട് എന്ന് വെച്ചാൽ 4 ആണ്. 4√2 കണ്ടോ? അപ്പൊ വന്നത് ആ ഒരു ക്രമം കൃത്യമായിട്ട് നോക്ക്. √2, 2√2, 3√2, 4√2. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് മനസ്സിലായി? അതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണ് അല്ലെ. √2 വീതം കൂടി കൂടി വരികയാണ്. അപ്പൊ തൊട്ടടുത്ത ടൈം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം 5√2. ശരിയല്ലേ? അപ്പൊ 5√2 എന്തായാലും ഓപ്ഷനകത്ത് ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 5√2നെ നമ്മൾ നേരത്തെ എഴുതിയ സ്ട്രക്ചറിലേക്ക് കൊണ്ടുപോവാം. എന്ന് വെച്ചാൽ ഇത് മുഴുവൻ റൂട്ടിനുള്ളിൽ വരിക എന്നുള്ളതാണ്. അപ്പൊ 5 എന്ന് പറയുന്ന നമ്പർ പുറത്തല്ലേ, ഇതിനുള്ളിലേക്ക് റൂട്ടിന്റെ ഉള്ളിലേക്ക് എഴുതുമ്പോൾ എന്താ കിട്ടുക? 5 എന്ന് പറയുന്നത് ഏത് നമ്പറിന്റെ റൂട്ടാ? 25ന്റെ. അപ്പൊ എഴുതുക 25. 25ന്റെ റൂട്ടാണ് 5 അല്ലെ. ഇനി ആരെ കൊടുക്കുക? 2 കൂടെ കൊടുക്കുക. അപ്പൊ √25 × 2 എന്നാണ്. ഇതിനെ നമുക്ക് കമ്പൈൻ ചെയ്തുകൊണ്ടേ √50 എന്ന് എഴുതാൻ പാടില്ലേടാ. കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്പർ ഏതാ? തൊട്ടടുത്ത നമ്പർ ഏതാ വരുന്നത്? √50. ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് സൗകര്യം അല്ലെ. ആദ്യം ഉണ്ടായിരുന്ന നമ്പർ ആരായിരുന്നു? √2. അവിടെ നിന്ന് √8, √18, √32 ഇങ്ങനെയാണ് വന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? √2 അവിടെ തന്നെ ഇട്ടിട്ട് അടുത്തത് സ്പ്ലിറ്റ് ചെയ്തു. അപ്പൊ 2√2 കിട്ടി, 3√2 കിട്ടി, 4√2 കിട്ടി. അടുത്തത് വരേണ്ടത് 5√2 ആണ് എന്ന് മനസ്സിലായി. അവിടെ നിന്ന് നമ്മൾ 5√2നെ നമ്മുടെ സ്ട്രക്ചറിലേക്ക് മാറ്റി. ഇത്രേ ഉള്ളൂ കാര്യം. ഇത് കൃത്യമായി ചെയ്യാൻ പറ്റിയാൽ ഈസിയാണ് അല്ലെ. ഇപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാ? √50 എന്ന തരത്തിലാണ് കിട്ടുന്നത്. തെറ്റല്ലേ? 2023 ചോദ്യം. അതുപോലെ മറ്റൊരു ചോദ്യം, വിച്ച് ടേം ഓഫ് ദ സീക്വൻസ് 3, 8, 13, 18 എക്സെട്ര ഈ 78? 3, 8, 13, 18 ഈ ഒരു സീരീസിലെ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിലെ എത്രാമത്തെ പദമാണ് 78 എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഇത് എന്ത് സീക്വൻസ് ആണ് അല്ലെങ്കിൽ ഇത് എന്ത് തരം സീരീസ് ആണ് എന്നാണ്. നോക്കടാ, 3ൽ നിന്ന് 8ലേക്ക് പോകുന്നു, എത്ര കൂടിയിട്ടാ? 5 കൂടിയിട്ടാ. 8ൽ നിന്ന് 13ലേക്ക് പോകുന്നു, എത്ര കൂടിയിട്ടാ? 5 കൂടിയിട്ടാ. 13ൽ നിന്ന് 18ലേക്ക് പോയപ്പോ 5. കണ്ടോ? അപ്പൊ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പൊതുവായിട്ടൊരു നമ്പർ കൂടി കൂടി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ പൊതുവായ നമ്പറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പൊതുവ്യത്യാസം അല്ലെ. അപ്പൊ ആ പൊതുവ്യത്യാസമുള്ള പ്രോഗ്രഷനെ അല്ലെങ്കിൽ സീക്വൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ശരിയല്ലേ? അപ്പൊ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഈ 78 എത്രാമത്തെ പദമാണ് എന്നറിയാൻ നിങ്ങൾ ആദ്യം ആ 78 എടുത്തെഴുതുക. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യേണ്ട നമ്പർ 78. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 78ൽ നിന്ന് ഈ ഒരു സീക്വൻസിലെ ആദ്യത്തെ നമ്പർ കുറയ്ക്കുക. ഈ ഒരു സീരീസിലെ അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസിലെ ആദ്യത്തെ നമ്പർ ആയ 3 ഇവിടെ നിന്ന് കുറയ്ക്കുക അല്ലെ. ഈ കിട്ടുന്ന റിസൾട്ടിനെ പൊതുവ്യത്യാസമായ 5 കൊണ്ട് ഹരിക്കുക. നിങ്ങൾക്കെല്ലാം അറിയുന്ന കാര്യമാണ്. അവസാനത്തെ പദമായിട്ടാണ് നമ്മൾ 78നെ പരിഗണിക്കുന്നത്. അപ്പൊ 78 എത്രാമത്തെ പദം എന്നറിയാൻ 78ൽ നിന്ന് ആദ്യ പദത്തെ കുറയ്ക്കുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക. ശേഷം നമ്മൾ 1 കൂട്ടിയാൽ പോരെ. 78ൽ നിന്ന് 3 പോയാൽ നമുക്ക് കിട്ടുന്നത് 75 ആണ്. 75നെ 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എത്രയാണെന്നറിയാമോ? അത് 15 ആണ്. അതിനോട് എത്ര കൂട്ടുക? 1 കൂട്ടുക അല്ലെ. 75നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 15 കിട്ടിയായിരുന്നു. 15 1 എത്ര കിട്ടുന്നുണ്ട്? 16. അപ്പൊ ഈ ഒരു 78 എന്ന നമ്പർ ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ എത്രാമത്തെ പദമാണ് എന്ന് ചോദിച്ചാൽ 16ാമത്തെ പദമാണ്. 2021 ചോദിച്ച ചോദ്യം. ഓക്കെ, അപ്പൊ 78 എന്ന് പറയുന്ന പദത്തിന്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. ആ ഒരു പദത്തിൽ നിന്ന് ആദ്യ പദം കുറയ്ക്കുക, എന്നിട്ട് പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, 1 കൂട്ടുക. ഈ കൂട്ടുന്ന 1 വളരെ പ്രധാനമാണ്, മറന്നുപോയാൽ തെറ്റും. ഓക്കെ, ചെയ്ത കാര്യം വ്യക്തമാണ്. ഇത് ഇങ്ങനെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. 78 എന്ന് 3 കുറച്ചാൽ 75 ആണ്, നമുക്ക് നേരിട്ട് എഴുതാം ആണല്ലോ. ഇവിടുത്തെ പൊതുവ്യത്യാസം എന്ന് പറയുന്ന 5 ആണ്, നേരിട്ട് നമുക്ക് നോക്കി എഴുതാം. അത് കഴിഞ്ഞിട്ട് 1 കൂട്ടുക, പരിപാടി കഴിഞ്ഞു. 75നെ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? 15 കിട്ടും. അതിനോട് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 16. നേരിട്ട് ആൻസറിലേക്ക് പോവാം കേട്ടോ. നിങ്ങൾ സ്റ്റെപ്പ് എഴുതണമെന്ന് തന്നെ ഇല്ല. ഓക്കെ, അടുത്തൊരു ചോദ്യം, ദ സം ഓഫ് ഓൾ 2-digit നമ്പേഴ്സ് വിച്ച് ലീവ് ദ റിമൈൻഡർ ഓഫ് 5 when they are divided by 7 is equal to. ഓക്കെ, നമുക്ക് 2-digit നമ്പേഴ്സിന്റെ സം ആണ് വേണ്ടത്. ഈ 2-digit നമ്പേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് ഒരു റിമൈൻഡർ കിട്ടണം. എപ്പോ?
5 റിമൈൻഡർ ആയിട്ട് കിട്ടണം 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. ഏതൊരു 2 ഡിജിറ്റ് നമ്പറിനെയും നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 റിമൈൻഡർ കിട്ടോ? അതെപ്പോഴും കിട്ടണമെന്നില്ല അല്ലെ. അപ്പൊ ഒരു 2 ഡിജിറ്റ് നമ്പർ എപ്പോഴെങ്കിലും 7ന്റെ മൾട്ടിപ്പിളിനോട് 5 കൂട്ടുന്ന രീതിയിൽ വരുന്നുണ്ടെങ്കിൽ അയാള് ഈ ഒരു കണ്ടീഷൻ ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് എടുക്കാമെന്ന് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആരൊക്കെയാ? 10 മുതൽ 99 വരെ എല്ലാ ആൾക്കാരെയും 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്നാ വിളിക്കുക. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ 10ന് മുകളിൽ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ആദ്യത്തെ നമ്പർ ആരാ? ആദ്യത്തെ 2 ഡിജിറ്റ് നമ്പർ ആരാ? എളുപ്പത്തിൽ കിട്ടും. എങ്ങനെയാ ചെയ്യാൻ പറ്റുക? വേറൊന്നും ആലോചിക്കാനില്ല. 7 എന്ന് പറയുന്നത് ആരാണ്? 7ന്റെ മൾട്ടിപ്പിൾ തന്നെയാണ്. 7നോട് ഒരു 5 കൂട്ടിയേ, 7നോട് 5 കൂട്ടിയാൽ 12 കിട്ടൂലേ? ഇതൊരു 2 ഡിജിറ്റ് നമ്പറാ. 12നെ 7 കൊണ്ട് ഹരിച്ചാൽ ഉറപ്പായിട്ട് എന്തേ കിട്ടാൻ പോണുള്ളൂ? ശിഷ്ടം 5 കിട്ടാൻ പോണുള്ളൂ, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ആളാരാന്ന് വെച്ചാൽ നമുക്ക് 12 എന്ന് പറയാം. പിന്നെ അവസാനത്തെ ഒരാളില്ലേ, അയാളെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും അവസാനത്തെ നമ്പറായ 99 ഇതിനെ 7 കൊണ്ട് അങ്ങ് ഹരിക്കുക അല്ലെ. 7 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക? ഒരു 7 7, ബാക്കി എത്ര കിട്ടും? എന്തായാലും 2, 29ലോ 4 7 28 എന്നാണ് കിട്ടുക. ഇവിടെ ശിഷ്ടം ഉണ്ടോ? ഉണ്ട്, 1 ആണ്. നമുക്ക് 1 പോരാ, നമുക്ക് 5 ശിഷ്ടം വരണം. അപ്പൊ നമുക്ക് എന്തായാലും മുകളിലേക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലെ. 99 കഴിഞ്ഞ് പിന്നെ 100, അങ്ങനെ മുകളിലേക്ക് 3 ഡിജിറ്റാ പോവാ. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, 1 ശിഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് മനസ്സിലായി? 98 എന്ന സംഖ്യ, 98 എന്ന് പറയുന്ന നമ്പർ അല്ലെങ്കിൽ 99ന് തൊട്ട് മുമ്പുള്ള നമ്പർ ആരാണ്? 7ന്റെ മൾട്ടിപ്പിളാ. അപ്പൊ ആ 98ൽ നിന്ന് ഒരു 2 കുറച്ചാൽ പോരെ? 98 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അതിൽ നിന്ന് 2 കുറച്ചാൽ ആ കിട്ടുന്ന സംഖ്യയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ 98ൽ നിന്ന് 2 കുറച്ചിട്ട് അവസാനത്തെ സംഖ്യ ആരാ? 96 എന്നെടുത്തു. 96നെ 7 കൊണ്ട് ഹരിച്ചാൽ ഉറപ്പായിട്ടും ശിഷ്ടം എത്ര കിട്ടും? 5 കിട്ടും. 12നെ 7 കൊണ്ട് ഹരിച്ചാലും നമുക്ക് ഇതേ ശിഷ്ടം കിട്ടുന്നുണ്ട്. അപ്പൊ ഇനി ഇവരുടെ തുക എടുക്കലാണ് നമ്മുടെ ജോലി. ഇവരുടെ തുക എടുക്കാൻ എന്താ മാർഗം? ഒരു സമാന്തര ശ്രേണിയുടെ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആദ്യ പദവും അവസാനത്തെ പദവും അറിയാം. ഓക്കെ, ഇവരുടെ തുക കണ്ടുപിടിക്കാൻ എന്താണ് മാർഗം? ഇതിന് നമ്മൾ ഒരു ഇക്വേഷൻ പഠിക്കുന്നുണ്ട് അല്ലെ, സം കണ്ടുപിടിക്കാനായിട്ട്. ഇതിങ്ങനെയാണ്, n/2 ഇൻറ്റു x1 പ്ലസ് xn എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ t1 പ്ലസ് tn എന്ന് എഴുതാം. ആദ്യ പദവും അവസാനത്തെ പദവും തമ്മിൽ എന്ത് ചെയ്യുക? കൂട്ടുക. എന്നിട്ട് അവിടുത്തെ പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതി കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇവിടെ 12 മുതൽ 96 വരെയാണ് പദങ്ങൾ വരിക. അപ്പൊ അവിടെ ആ പദങ്ങളുടെ എണ്ണം നമുക്കറിയില്ല. പദങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനും മാർഗമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, തൊട്ട് മുമ്പ് പറഞ്ഞതാണ് അതിന്റെ രീതി. തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞില്ലേ 78 എന്ന് പറയുന്ന സംഖ്യ എത്രാമത്തെ പദമാണെന്ന് കണ്ടുപിടിച്ചില്ലേ? അതുപോലെ 96ഉം 12ഉം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു സീരീസിലെ അല്ലെ, ആ സംഖ്യകൾ ആരൊക്കെയാന്ന് വെച്ചാൽ 12ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ആര വരുന്നത്? 12നോട് 7 കൂട്ടുക അല്ലെ. 12 എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്നുണ്ട്. അപ്പൊ തൊട്ടടുത്ത നമ്പർ ആരാ? ഒരു 7 കൂടെ കൂട്ടിയാൽ 19. 19നെ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 5 വരുന്നുണ്ട്. അടുത്തതോ 19നോട് 7 കൂട്ടുക, എത്ര കിട്ടും? 26. ഈ രീതിയിൽ പോകുന്ന സീരീസ് ആണ്. എവിടെ വരെ ഉണ്ടത്? 96 വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഈ ഒരു സീരീസിന്റെ പൊതു വ്യത്യാസം എത്ര എന്ന് കിട്ടി? 7 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ അവിടെ പദങ്ങളുടെ എണ്ണം അഥവാ n കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? എന്താ ചെയ്യണ്ടേ? അവസാനത്തെ പദമായ 96ൽ നിന്ന് ആദ്യത്തെ പദമായ 12 കുറയ്ക്കാം. 96ൽ നിന്ന് 12 കുറയ്ക്കാം, എത്ര കിട്ടും? 84 അല്ലെ. 84നെ പൊതു വ്യത്യാസമായ 7 കൊണ്ട് ഹരിക്കുക, 1 കൂട്ടുക. തൊട്ട് മുമ്പ് ചെയ്ത അതേ കാര്യം. അതുമായിട്ട് ഈ ഒരു ചോദ്യത്തിന് ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ചെയ്യുന്നത്. 84നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 12 എന്ന് കിട്ടും. 12ഉം 1ഉം 13. കണ്ടോ? അപ്പൊ ഇവിടെ എത്ര പദങ്ങൾ ഉണ്ട് എന്ന് വെച്ചാൽ 13 പദങ്ങൾ ഉണ്ട്. 13 പദങ്ങൾ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 13 എന്ന് എഴുതാം. 13/2 ഇൻറ്റു ആദ്യ പദാര 12, അവസാനത്തെ പദാര 96 ആണല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 13/2 അവിടെ തന്നെ കിടന്നോട്ടെ. പിന്നെ 12ഉം 96ഉം കൂടെ കൂട്ടുമ്പോഴേ നമുക്ക് 108 എന്ന് കിട്ടത്തില്ലേ? യെസ്. അപ്പൊ ഈ 2ഉം 108ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 54 എന്ന് എഴുതിക്കൂടെ? n/2 13/2, ആദ്യ പദാര 12, അവസാന പദാര 96, കൂട്ടുമ്പോൾ 108. അപ്പൊ 2ഉം 108ഉം കൂടെ ക്യാൻസൽ ചെയ്തു 54.
54 ഇൻറ്റു 13 എടുക്കുക അല്ലെ. 54 ഇൻറ്റു 10 നമുക്ക് എടുത്തിട്ട് 54 ഇൻറ്റു 3 എടുത്താൽ പോരെ. അങ്ങനെ ചെയ്യാം അല്ലെ. 54 ഇൻറ്റു 10 540. 54 ഇൻറ്റു 3 എന്ന് വെച്ചാൽ ആരാ? 162. അപ്പൊ 540ഉം 162ഉം കൂടി ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം? 702 എന്നിവിടെ പറയാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ക്ലിയർ ആണോ ചെയ്ത കാര്യം? ഓക്കെ. ഇവിടുത്തെ തുക എന്ന് പറയുന്നത് 702. എന്താണ് സംഭവം? ഇത് രണ്ടക്ക സംഖ്യകളുടെ തുകയാണ്. എവിടെ തുടങ്ങണം? 12 മുതൽ 96 വരെയുള്ള രണ്ടക്ക സംഖ്യകളാണ്. അത് മുഴുവനായിട്ട് വേണോ? വേണ്ട. അതിനകത്ത് 7ന്റെ ഗുണിതങ്ങളായിട്ടുള്ള ആൾക്കാരെ മാത്രം മതിയോ? അല്ല. 7 കൊണ്ട് ഹരിക്കുമ്പോൾ 5 ശിഷ്ടം വരുന്ന ആൾക്കാരാ. അതാരൊക്കെയാ? 12 കഴിഞ്ഞാൽ പിന്നെ 19. അത് കഴിഞ്ഞ് വരുന്ന 26. ആ രീതിയിൽ മുകളിലേക്ക് ഏതുവരെ? 96 വരെ പോയിട്ടുണ്ട്. എന്നിട്ട് ഇവരെല്ലാവരെയും കൂടെ കൂട്ടുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അതിന് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻസ്. n കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിച്ച ഇക്വേഷൻ എന്താ? അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഇനി തുക കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഇക്വേഷൻ എന്താ? n/2 ഇൻറ്റു x1 പ്ലസ് xn. ഓക്കെ ആണേ. ഇവിടുത്തെ ആൻസർ നമ്മൾ ഉറപ്പിച്ചു. ഏതാ? 702. 2022 ചോദിച്ച ചോദ്യം. അടുത്ത ചോദ്യം, ഹൗ മെനി 2-digit numbers are divisible by 3? 3 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന എത്ര 2-digit numbers, രണ്ടക്ക സംഖ്യകൾ എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്താ ചെയ്യാൻ പറ്റുക? രണ്ടക്ക സംഖ്യകളിൽ ഏറ്റവും ചെറുത് 10 ആണ്. പക്ഷെ അതിനകത്ത് 3ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആളാരാ? 12 ആണല്ലേ. ഓക്കെ. അപ്പൊ ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ 3ന്റെ മൾട്ടിപ്പിൾ ആരാ? 99. കണ്ടോ? ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ 12 മുതൽ 99 വരെ ഈ ഒരു സ്വഭാവമുള്ള എത്ര പേരുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ 3ന്റെ ഗുണിതമായിട്ടുള്ള ഏറ്റവും ചെറിയ രണ്ടക്ക സംഖ്യ 12, ഏറ്റവും വലിയ 99. അപ്പൊ ഇവിടെ എത്ര പേരുണ്ട് എന്ന് കണ്ടെത്താൻ നമ്മൾ 99ൽ നിന്ന് 12നെ മൈനസ് ചെയ്യുക. അപ്പൊ എത്ര കിട്ടും? 87 എന്ന് കിട്ടും അല്ലെ. അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യത്തെ പദത്തെ മൈനസ് ചെയ്തു. ഇനി എന്ത് ചെയ്യാ? 3ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ. അപ്പൊ പൊതുവ്യത്യാസം ആരാ? 3 ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 കൂട്ടുക. പരിപാടി കഴിഞ്ഞു. ഓക്കെ. അധികം സ്റ്റെപ്പ് ഒന്നും ഉപയോഗിക്കുന്നില്ല. മിക്കവാറും നിങ്ങൾ ചെയ്ത് പഠിച്ചിട്ടുള്ള ഏരിയ തന്നെയാണ്. അപ്പൊ 87നെ 3 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ഉറപ്പായിട്ട് 29 എന്ന് കിട്ടും. 29നോട് 1 കൂട്ടി എഴുതടാ. എത്ര കിട്ടി? 30. പരിപാടി കഴിഞ്ഞു. എത്ര പേരുണ്ട് എന്ന് ചോദിച്ചാൽ 30. അങ്ങനെ എടുക്കാം. ഇതൊരു മാർഗം കേട്ടോ. ഇത് കൂടാതെ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. മൊത്തം 99 വരെ എടുക്കുമ്പോൾ 3ന്റെ ഗുണിതങ്ങൾ എത്ര പേരുണ്ട്? 99 വരെ 3ന്റെ ഗുണിതങ്ങൾ എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ 33. എങ്ങനെ കിട്ടി? 99നെ 3 കൊണ്ട് ഹരിച്ചു. അത്രേ ഉള്ളൂ. രണ്ടക്ക സംഖ്യകൾ തീരുന്നത് വരെ എടുക്കുമ്പോൾ 99 വരെ എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ 33 പേരുണ്ട് അല്ലെ. 1 മുതൽ 99 വരെയാണ്. ഇനി നിങ്ങൾ അതിൽ നിന്ന് ഒരക്ക സംഖ്യകൾ ഒഴിവാക്കുക. 3ന്റെ ഗുണിതങ്ങളായ ഒരക്ക സംഖ്യകൾ ആരൊക്കെയാ? 3, 6, 9. എത്ര പേരുണ്ട്? 3 പേര്. ആ 3 പേര് ഇതിൽ നിന്ന് ഒഴിവാക്കിയാലും മതി. അപ്പൊ 33 എണ്ണത്തിൽ നിന്ന് ആദ്യത്തെ 3 പേരെ ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന 30 അല്ലേ. ഇങ്ങനെ എഴുതാടാ. ഇതും എന്ത് തന്നെയാണ്? അവരുടെ എണ്ണം തന്നെയാണ്. അതിനകത്ത് നമ്മൾ എന്ത് ഉപയോഗിച്ചില്ല? അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ചെയ്തത് അതാണ്. എന്താണ്? അവസാനത്തെ നമ്പർ എഴുതി, ആദ്യത്തെ നമ്പർ എഴുതി, അവരുടെ വ്യത്യാസം എടുത്തെഴുതി, പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ചു, 1 കൂട്ടി. ഓക്കെ. അപ്പോ എത്ര പേരുണ്ട്? 30 പേരാണ് അത്തരത്തിലുള്ള സംഖ്യകൾ ഉള്ളത്. അടുത്തൊരു ചോദ്യം, if the arithmetic progression whose common difference is non-zero, the sum of first 3n terms is equal to the sum of next n terms, then find the ratio of the sum of the first 2n terms to the sum of next 2n terms. ചോദ്യം കാണുമ്പോൾ ഏതാണ്ട് അന്താരാഷ്ട്ര ചോദ്യമാണെന്ന് തോന്നുന്നു അല്ലെ. നമ്മൾ ഇതിനകത്ത് തന്നെ എന്നൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ വേരിയബിൾസ് ഒക്കെ കണ്ടിട്ട് ഇതിന് നമ്മൾ ഏതാണ്ട് വലിയ ഇക്വേഷൻ ഒക്കെ ആക്കിയിട്ട് കുളമാക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഭയങ്കര സിമ്പിൾ ചോദ്യം കേട്ടോ. അപ്പൊ ചോദ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇതൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷനെ കുറിച്ച് പറയുകയാണ്. ഹൂസ് കോമൺ ഡിഫറൻസ് ഈസ് നോൺ സീറോ. ഒരിക്കലും ഇതിന്റെ പൊതു വ്യത്യാസം എന്താകാൻ പാടില്ല? 0 ആകാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ കണ്ടീഷൻ. ഓക്കെ. ഇനി പറയാണ് ദ സം ഓഫ് ദ ഫസ്റ്റ് 3n ടേംസ്. ആദ്യത്തെ 3n ടേംസ്. 3n ടേംസ് എന്ന് വെച്ചാൽ 3ന്റെ ഗുണിതമായ ഏത് വേണമെങ്കിലും എടുക്കാം. 30 ടേംസ് എടുക്കാം, 40 ടേംസ് എടുക്കാൻ പറ്റൂല. എടുക്കോ? ഇല്ല. 15 ടേംസ് എടുക്കാം, 6 ടേംസ് എടുക്കാം കേട്ടോ. 3n ടേംസ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈസ് ഈക്വൽ ടു ദ സം ഓഫ് n ടേംസ് എന്നാണ്. ഏത് n ടേംസ്? നെക്സ്റ്റ് n ടേംസ്, തൊട്ടടുത്ത n ടേംസ്. അപ്പൊ നിങ്ങൾ ഇവിടെ നൈസായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 3n ഇല്ലേടാ, ആ n-ൽ 1 എന്ന് കൊടുക്കുക.
അപ്പൊ 3n എന്നുള്ളത് മാറിയിട്ട് എന്താവും? 3 ടേംസ് എന്നാവും. ഇവിടെയും നമ്മൾ എന്നിനെ മാറ്റിയിട്ട് എന്ത് കൊടുക്കുക? 1 എന്ന് കൊടുക്കുക. അപ്പൊ ഇനി വായിച്ചു നോക്കിയ ചോദ്യം, ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് നെക്സ്റ്റ് 1 ടേം. മനസ്സിലായോ? അപ്പൊ n എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. എന്നിന്റെ പകരം 10 കൊടുക്കാം, 2 കൊടുക്കാം, 5 കൊടുക്കാം, ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ 1 എന്ന് കൊടുത്തു. ആദ്യത്തെ 3 ടേമിന്റെ തുക അടുത്ത ഒരു ടേമിന് തുല്യമായിരിക്കണം. ഇതാണ് കഥ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് 2n ടേംസ്. ആദ്യത്തെ 2 പദങ്ങളുടെയും അതിനുശേഷം വരുന്ന 2 പദങ്ങളുടെയും തുക തമ്മിലുള്ള അംശബന്ധം എഴുതാമോ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ കോമൺ ഡിഫറൻസ് 0 ആകരുത്. ഓക്കെ, അടുത്ത കണ്ടീഷൻ, ഇതിനകത്തുള്ള ആദ്യത്തെ 3 പദങ്ങൾ കൂട്ടുമ്പോൾ 4ാമത്തെ പദത്തിന് തുല്യമായിരിക്കണം. പരിപാടി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്നും എക്സും ഇസഡും ഒന്നും എടുക്കുന്നില്ല. പകരം എനിക്ക് ഇഷ്ടമുള്ള ഒരു സീരീസ് ഞാൻ അങ്ങ് എഴുതാം. അതായത് ഞാൻ എഴുതുന്ന സീരീസ് 0ൽ തുടങ്ങുന്നു. കുഴപ്പമുണ്ടോ? പൊതു വ്യത്യാസം 0 ആകരുതെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ എഴുതിയ സീരീസ് ഇങ്ങനെയാണ്: 0, 1, 2, 3. കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയേ. 4 പദങ്ങളുണ്ട്. ഇവരുടെ പൊതു വ്യത്യാസം 0 അല്ല. ഓക്കെ, ആദ്യത്തെ 3 പേരെ കൂട്ടുമ്പോൾ 4ാമത്തെ ആള് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. 0, 1, 2 കൂടെ കൂട്ടുമ്പോൾ 3 കിട്ടി. ഈ 3 അടുത്ത 3ന് തുല്യല്ലേ? ആണ്. അപ്പൊ കണ്ടീഷൻ ഓക്കെ ആണ്. ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ദ സം ഓഫ് ഫസ്റ്റ് 2n ടേംസ്. ഫസ്റ്റ് 2n ടേംസ് എന്ന് വെച്ചാൽ ആദ്യത്തെ 2 ടേംസിന്റെ തുകയും ശേഷം വരുന്ന 2 ടേംസിന്റെ തുകയും തമ്മിലുള്ള റേഷ്യോ. ആദ്യത്തെ 2 ടേംസിന്റെ തുക എന്ന് വെച്ചാൽ എത്രയാ? 0, 1 കൂടെ കൂട്ടുക, 1 എന്ന് എഴുതുക. അടുത്ത 2, 3 കൂടെ കൂട്ടുക, 5 എന്ന് എഴുതുക. അപ്പൊ അംശബന്ധം 1:5. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ കാര്യം കേട്ടോ. അപ്പൊ നിങ്ങൾ ചോദിക്കും വേറെ സീരീസ് എടുത്താൽ ഇതുപോലെ ഓക്കെ ആവോ? ഓക്കെ ആവും. ഞാൻ ഒരു സീരീസ് കാണിക്കാം. ഇങ്ങനെയാണ് സീരീസ്: 0, 2, 4, 6. 0ത്തിൽ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് നമുക്ക് സൗകര്യം, അതുകൊണ്ട് എടുത്തേ ഉള്ളേ. 0, 2, 4 എത്രയായി? 6 അല്ലേ? അടുത്ത ടേമിന് തുല്യമാണല്ലോ. അപ്പൊ ഇവിടെ തുക എടുക്കുമ്പോൾ 0, 2 കൂടെ കൂട്ടിയിട്ട് 2 എന്ന് എഴുതുക. 6, 4 കൂടെ, അല്ലെങ്കിൽ 4, 6 കൂടെ കൂട്ടിയിട്ട് എത്ര എന്ന് എഴുതുക? 10. കണ്ടോ? 2:10 ആണ്. 2:10 നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് 1:5 എന്ന് എഴുതി കൂടെ? കണ്ടോ? അപ്പൊ നമ്പർ, ആ സീരീസിലെ നമ്പർ മാറിയിട്ടോ അംശബന്ധം മാറുന്നില്ല. 1:5 തന്നെ കിട്ടുന്നുണ്ട്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റരുത്. ഇവിടെ എന്ത് ചെയ്യരുത്? വേരിയബിൾ ഇട്ട് ചെയ്യാൻ നിൽക്കരുത്. 2, 3 പേജ് വരെ നമ്മൾ ഇതിന്റെ പ്രൂഫ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇവിടെ നമുക്ക് അറിയുന്ന പോലെ അതിന്റെ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു സീരീസ് എഴുതുക. എന്നിട്ട് അതിൽ ആദ്യത്തെ 2 വരെ കൂട്ടുക, അടുത്ത 2 വരെ കൂട്ടുക, അംശബന്ധം എടുക്കുക. അത്ര ഉള്ളു കാര്യം. ഓക്കെ ആണേ? അപ്പൊ ഇവിടുത്തെ ആൻസർ 1:5 എന്നതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. സം ഓഫ് ഫസ്റ്റ് 30 ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 6, 12, 18 etc. is 2790. Then the sum of first 30 terms of the arithmetic sequence 13, 19, 25 etc. is. അപ്പൊ ആദ്യത്തെ സീരീസ് നമുക്ക് നോക്കാം. ഏതാണ് ആ സീരീസ്? 6, 12, 18 etc. അടുത്ത സീരീസ് നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന ആരൊക്കെയാ? 13, 19, 25 etc. ഓക്കെ, ആദ്യത്തെ സീരീസിൽ വരുന്ന തുക എത്രയാണെന്ന് കണ്ടോ? 2790. മനസ്സിലായോ? അപ്പൊ അടുത്ത സീരീസിൽ വരുന്ന തുക എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിന് സാധാരണ നമ്മൾ തുക കാണാനുള്ള ഫോർമുലയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ഫോർമുലയുടെ ആവശ്യമില്ല. പകരം നിങ്ങൾ ആലോചിക്കുക, ഇത് എത്ര ടേംസ് ഉണ്ട്? 30 ടേംസ് വീതമുണ്ട് അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കുക, ആദ്യത്തെ ടേമും തമ്മിലുള്ള ഗ്യാപ്പ് എത്രയുണ്ടെന്ന് നോക്കിയടാ. ഇവിടുത്തെ ഗ്യാപ്പ് എത്രയുണ്ട്? 6ൽ നിന്ന് 13ലേക്ക് പോകുമ്പോൾ എത്ര കൂടുന്നുണ്ട്? ഒരു 7ന്റെ വ്യത്യാസം ഉണ്ട് അല്ലേ? അടുത്ത 12ൽ നിന്ന് 19ലേക്ക് പോകുമ്പോൾ 7 കൂടുതലുണ്ട്. 18ൽ നിന്ന് 25ലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓരോ ടേമിലും 7 വീതം കൂടുതലുണ്ട്. അപ്പൊ ഇങ്ങനെ 30 ടേമിൽ 7 വീതം കൂടുതലാണ്. അപ്പൊ ഈ രണ്ടാമത്തെ സീരീസിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ സീരീസിനെ അപേക്ഷിച്ച് ഓരോ ടേമിലും 7 വീതം കൂടുതലുണ്ട്. ഇങ്ങനെ എത്ര ടേംസ് ഉണ്ട്? 30 ടേംസ് ഉണ്ട്. അപ്പൊ മൊത്തത്തിൽ എത്ര വാല്യൂ കൂടുതലുണ്ടാവും? 7 × 30 210 ടോട്ടൽ കൂടുതലുണ്ടാവും. ഉണ്ടോ? നിലവിലുള്ള തുക എത്രയാ? 2790 ആണ്. ഇതിലേക്ക് 210 കൂടെ ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അല്ലാതെ ഒരു ഫോർമുലയെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കരുത് കേട്ടോ. അപ്പൊ ഇതിനകത്തേക്ക് നമ്മൾ 210 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 3000 എന്നല്ലേ കുഞ്ഞുങ്ങളെ? കഴിഞ്ഞു. ഇത്ര ഉള്ളടാ. എത്രയാണ്?
3000 എന്നതാണ് ഇവിടുത്തെ തുക, വേറെ ഒന്നും ആലോചിക്കാനില്ല. അപ്പൊ ആദ്യത്തെ സീരീസും രണ്ടാമത്തെ സീരീസും തമ്മിലുള്ള വ്യത്യാസം, ഓരോ ടേമിലുള്ള വ്യത്യാസം നോക്കുക. 8 13 എത്തി, 12 19 എത്തി, 18 25 എത്തി. അപ്പൊ എല്ലാ സ്ഥലത്തും 7 വീതം കൂടിയിട്ടുണ്ട്. എത്ര ടേം ഉണ്ട്? 30 ടേം ഉണ്ട്. 7 × 30 എത്ര വരുന്നുണ്ട്? 210 വരുന്നുണ്ട്. ആദ്യത്തെ സീരീസില് ആകെ തുക എന്ന് പറഞ്ഞാൽ 2790 ആണ് അല്ലെ. അപ്പൊ അടുത്ത സീരീസിലേക്ക് വരുമ്പോൾ നമ്മൾ എത്ര കൂടി ചേർത്താൽ മതി? ഒരു 210 കൂടി അവിടെ ചേർത്താൽ മതി. അപ്പൊ എത്രയായിട്ട് മാറും? അത് 3000 ആയിട്ട് മാറിക്കോളും. വേറെ കാര്യം ഒന്നും തന്നെ ഇല്ല ഇവിടെ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. ഓക്കെ അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക്. ഇതൊരു ഡിലീറ്റഡ് ആയിട്ടുള്ള, ക്യാൻസൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റീസൺ എന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യനകത്ത് പ്രശ്നമോ അതിനകത്ത് ഓപ്ഷൻ തെറ്റിപ്പോയതോ ആൻസർ ഇല്ലാത്തതോ ഒന്നുമല്ല. ഇവിടെ ഒരു ചെറിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ അരിത്തമെറ്റിക് പ്രോഗ്രഷന് കോമൺ ഡിഫറൻസ് ആണ്, പക്ഷേ ചോദ്യത്തിനകത്ത് കോമൺ റേഷ്യോ എന്ന് വന്നുപോയി. അതാണ് അതിനകത്തുള്ള എറർ. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് വന്നതുകൊണ്ട് ഡിലീറ്റ് ആയി പോയ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ ചോദ്യം നല്ല ക്വസ്റ്റ്യൻ ആണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അത് നമുക്കൊന്ന് നോക്കിയിട്ട് പോവാം കേട്ടോ. ഡിലീറ്റ് ആയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് ഉപേക്ഷിക്കേണ്ട. അപ്പൊ അത് നോക്കിയിട്ട് പോവാം. ഫസ്റ്റ് ടേം ആൻഡ് ദ ലാസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആർ 144 ആൻഡ് 300. ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആദ്യ പദവും അവസാനത്തെ പദവും നമുക്കറിയാം. ആദ്യ പദം 144 ആണ്, അവസാനത്തെ പദം 300 ആണ്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 3 ആണ്. ഫൈൻഡ് ഔട്ട് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദിസ് പ്രോഗ്രഷൻ കേട്ടോ. കോമൺ ഡിഫറൻസ് 3 ആണ് എങ്കിൽ അവിടുത്തെ ടേംസിന്റെ എണ്ണം കണ്ടുപിടിക്കുക, നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ നമ്മളൊരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. എന്താ ചെയ്യണ്ടേ? അവസാന പദത്തിൽ നിന്ന്, അവസാന പദം 300 അല്ലേ? ആണ്. അതിൽ നിന്ന് ആരെ ഒഴിവാക്കുക? ആദ്യ പദം. ആദ്യ പദം ആരാ? 144. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക? പൊതുവ്യത്യാസമായ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 1 കൂട്ടുക. നമ്മൾ നേരത്തെ ചെയ്തില്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ 300-ൽ നിന്ന് ഒരു 144 ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? 300-ൽ നിന്ന് 100 പോയാൽ എത്ര കിട്ടും? 200. 200-ൽ നിന്ന് 44 പോയാൽ നമുക്ക് എത്ര കിട്ടും? 156 എന്ന് കിട്ടും. ബൈ 3 അല്ലേ? ആണ്. ഇതിലൊന്ന് കൂട്ടിയാൽ പോരെ? മതി. അപ്പൊ 156-നെ 3 കൊണ്ട് ഹരിച്ചാൽ 15-ൽ എത്ര 3 ഉള്ളത്? 5. 6-ൽ എത്ര ഉള്ളത്? 2. ഒന്നും കൂടെ കൂട്ടട്ടെ. അപ്പൊ 52-ഉം 1-ഉം എത്ര കിട്ടുന്നുണ്ട്? 53 എന്ന് കിട്ടുന്നുണ്ട്. കണ്ടോ? ഇത്രേ ഉള്ളൂ. ശരിയല്ലേ? 53 ആണ് ഇവിടുത്തെ ആൻസർ. അത് ഓപ്ഷനിൽ കാണുന്നുണ്ട്. പക്ഷെ ആ ഒരു ക്വസ്റ്റിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നതുകൊണ്ട് ഡിലീറ്റ് ആയി പോയി. ഓക്കെ. അപ്പൊ ഇനി അത് വന്നുകൂടെ? ഇത്തരത്തിലുള്ള ചോദ്യം ഇനിയും വരാം. ഈ നമ്പർ ഒന്ന് മാറ്റിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചോദ്യം വരിക. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ആദ്യ പദം അറിയുക, അവസാന പദം അറിയാമെങ്കിൽ അവരുടെ ഡിഫറൻസ് എടുക്കുക, പൊതുവ്യത്യാസം കൊണ്ട് ഹരിക്കുക, 1 കൂട്ടി എഴുതുക. അപ്പൊ എത്ര പേരുണ്ട്? ആ ഒരു സീരീസിൽ 53 പേരുണ്ട്. തെറ്റല്ലേ? എത്രയാ? 53. തെറ്റായി. ഓക്കെ ആണ്. അപ്പൊ മറ്റൊരു ചോദ്യം നോക്കാം. 2 tailors, അബ്രഹാം ആൻഡ് ജോജു, ഹാവ് ടു സ്റ്റിച്ച് 400 bags. ഇവർ രണ്ടുപേരും കൂടി 400 ബാഗ് തയ്ക്കാനായിട്ട് ഇരിക്കുകയാണ്. അവർക്കൊരു ടാർഗറ്റ് കിട്ടിയിരിക്കുകയാണ്. On the first day, Abraham stitches 13 bags and Joju stitches 18 bags. അബ്രഹാമിന് ആദ്യത്തെ ഒരു ദിവസം 13 ബാഗ് തയ്ക്കാൻ കഴിഞ്ഞു. ജോജുവിനാണെങ്കിൽ എത്രയാ? 18 തയ്ക്കാൻ കഴിഞ്ഞു. On every subsequent day, ഓരോ ദിവസം കഴിയുമ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? Each of them stitches 1 bag more than the number of bags stitched by them on the day before. തൊട്ട് മുമ്പത്തെ ദിവസം എത്ര എണ്ണം തച്ചോ അതിനേക്കാൾ ഓരോ ബാഗ് 2 പേര് എക്സ്ട്രാ തയ്ക്കുന്നുണ്ട് ഓരോ ദിവസം കഴിയും തോറും. ഹൗ മെനി ഡേയ്സ് വിൽ ദേ ടേക്ക് ടു കംപ്ലീറ്റ് ദെയർ ടാർഗറ്റ്? അപ്പൊ ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇവർക്ക് എത്ര ദിവസം വേണം എന്നുള്ളതാണ്. ഇത് ശരിക്കും ചോദ്യത്തിന്റെ ഒരു ലുക്കൊക്കെ കാണുമ്പോൾ നമുക്ക് വർക്ക് ആൻഡ് ടൈം ആണോ എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനല്ല. ഇതൊരു സീരീസ് ആണ് അല്ലെ. ആദ്യത്തെ ദിവസം അബ്രഹാം 13 ബാഗ് തച്ചു അല്ലെ, ജോജു ആണെങ്കിൽ 18. അപ്പൊ ഫസ്റ്റ് ഡേ ഇവർ 2 പേരും കൂടി എത്ര ബാഗ് തച്ചു എന്നൊന്ന് ആലോചിച്ച് നോക്കേ. 18ഉം 13ഉം 31 ബാഗ് തച്ചു അല്ലെ. അപ്പൊ സെക്കൻഡ് ഡേയിലേക്ക് എത്തുമ്പോ, രണ്ടാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോ ഇവർ രണ്ടുപേരും എന്ത് ചെയ്യും? ഓരോ ബാഗ് എക്സ്ട്രാ തയ്ക്കും അല്ലെ. അപ്പൊ അബ്രഹാമിന് 14 ബാഗ് തയ്ക്കാനും ജോജുവിന് 19 ബാഗ് തയ്ക്കാനും പറ്റും. എന്ന് വെച്ചാൽ എത്ര ബാഗ് തയ്ക്കും? 33 ബാഗ് തയ്ക്കും. അടുത്ത ദിവസം ആകുമ്പോൾ 33 ഉള്ളത് 35 ആകും. കണ്ടോ? മനസ്സിലായോ? 31, 33, 35, 37
എന്ന ക്രമത്തിൽ ഇവര് തയ്ച്ചുകൊണ്ടേ പോവാണ്. അപ്പൊ അവിടെ നമുക്കൊരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഫോം ചെയ്യാൻ പറ്റിയോ? പറ്റി. മനസ്സിലായോ? അപ്പൊ 31, പിന്നെ 33, അതുപോലെ 35, 37 ക്രമത്തിൽ ആര് പോവാണ്? ബാഗുകളുടെ എണ്ണം പോവാണ്. ഈ ഒരു സീരീസ് എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്നാണോ 400 തികയുന്നത് അന്ന് ഇവർക്ക് ഈ പരിപാടി നിർത്താം. ഏതോ ഒരു ദിവസം ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? 400 തികയുന്നുണ്ട്. അപ്പൊ ആ ദിവസമാണ് എന്ത് ചെയ്യുന്നത്? ഇവർ ഈ വർക്ക് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാലേ അവരുടെ ടാർഗറ്റ് അച്ചീവ് ആവുള്ളൂ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ഈ ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആദ്യപദം അറിയാം, ഇവിടുത്തെ പൊതു വ്യത്യാസം അറിയാമല്ലോ. ഓരോ ദിവസവും 2 ബാഗാണ് എക്സ്ട്രാ വരുന്നത്, അതുകൊണ്ട് പൊതു വ്യത്യാസം അറിയാം. ഇത് രണ്ടും മാത്രമേ അറിയാവൂ. ഇനി നമുക്ക് ഇവരുടെ തുകയും അറിയാം, 400. ഇവിടെ നിന്ന് എത്ര ദിവസം കൊണ്ട് അല്ലെങ്കിൽ എത്രാമത്തെ ദിവസം ഇത് പൂർത്തിയാകും എന്ന് കണ്ടെത്താൻ നിങ്ങൾ എന്താണ് അവിടെ നിന്ന് എഴുതേണ്ടത്? n കണ്ടെത്തുക. എത്ര ദിവസം എന്ന് കണ്ടെത്താനായിട്ട് നിങ്ങൾ എന്ത് മാത്രം കണ്ടെത്തിയാൽ മതി? n മാത്രം കണ്ടെത്തിയാൽ മതി. പക്ഷേ ഇവിടെ സാധാരണ n കണ്ടെത്തുന്ന പോലെ അവസാനത്തെ പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചിട്ട് പൊതുവ്യത്യാസം ഹരിച്ചിട്ട് 1 കൂട്ടിയാൽ പോരാ. കാരണം ഇവിടെ തുകയാണ് പ്രധാനം, 400 തുകയാണ്. അപ്പൊ നമ്മൾ ഇവിടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, n/2 ഇൻറ്റു എന്താണ് ഇവിടെ x1 + xn എന്ന് എടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? നമുക്ക് അവസാനത്തെ പദം അറിയത്തില്ല. അതുകൊണ്ട് ഇവിടെ എഴുതുന്ന ഇക്വേഷൻ എന്താന്ന് വെച്ചാൽ 2a + n - 1 ഇൻറ്റു d എന്ന തരത്തിലാണ് ഇവിടുത്തെ ഇക്വേഷൻ നമ്മൾ മാറ്റിയെടുക്കുക. അപ്പൊ n/2 ഇൻറ്റു 2a + n - 1 ഇൻറ്റു d. അപ്പൊ ഈ n/2 എന്തായാലും അവിടെ കിടന്നോട്ടെ. ഓക്കെ, 2a ആദ്യപദം ആരാ? ആദ്യപദത്തെയാണ് നമ്മൾ a എന്ന് വിളിക്കുക കേട്ടോ. ആദ്യപദം 31 ആയതുകൊണ്ട് 2a എന്ന് പറയുമ്പോൾ 62 എന്നെടുക്കുക. n - 1 എഴുതാൻ നമുക്ക് n - 1 അറിയാമോ? n അറിയാമോ? ഇല്ല. അതുകൊണ്ട് തന്നെ അത് അതുപോലെ തന്നെ എഴുതുക, n - 1 ഇൻറ്റു പൊതു വ്യത്യാസം എത്രയാ? 2. ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു 62 ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. 2 സ്ഥലത്ത് നിന്ന് 2 ഇങ്ങ് പുറത്തേക്ക് വന്നാലേ നമുക്ക് ഈ ഒരു 2ആയിട്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാമല്ലോ. അപ്പൊ ഈ ബ്രാക്കറ്റിനുള്ളിലുള്ള 62-ൽ നിന്നും ഒരു 2നെ മാറ്റുക, അതുപോലെ ഇവിടെ നിന്ന് 2നെ അങ്ങ് മാറ്റുക. അപ്പൊ നമുക്ക് ആ 2നെ പുറത്തേക്ക് കൊണ്ടുവരാം, അതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ എഴുതുന്നു? n/2 അവിടെ കിടന്നോട്ടെ, ഒരു 2നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി 62-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 31 അല്ലെ? പിന്നെ ആരേ ഉള്ളൂ? n - 1ന്റെ കൂടെ ഒരു 2 ആണ് ഉണ്ടായിരുന്നത്. ആ 2നെ പുറത്തേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്, n - 1 മാത്രമേ ഉള്ളൂ. ഈ ഒരു 2 ക്യാൻസൽ ആയി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് എന്താ ഉള്ളത്? ഇവിടെ ഒരു 31 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. കുറയ്ക്കട്ടെ. 31-ൽ നിന്ന് 1 കുറച്ചാൽ എത്ര കിട്ടും? 31-ൽ നിന്ന് 1 കുറച്ചാൽ 30 കിട്ടുമല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എത്ര ഉള്ളൂ? 30 കിട്ടുന്നുണ്ട്. ഉള്ളിൽ എന്ത് കിട്ടുന്നുണ്ട്? 30 കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, n ഇൻറ്റു 30 പ്ലസ് n ഇൻറ്റു 30 പ്ലസ് n ഈക്വൽ ടു, ഇത് തുകയാണല്ലോ. തുകയെ നമ്മൾ എങ്ങനെ എടുക്കുന്നു? 400 എന്നെടുക്കുന്നു. n ഇൻറ്റു 30 പ്ലസ് n എന്ന് പറയുന്നത് 400. ഓക്കെ, ഇനി നിങ്ങൾ ആലോചിച്ചാൽ മതി, ഈ n കൊണ്ട് ഇവിടെ ഗുണിക്കുക. n-നെ n-നോട് ഗുണിച്ചാൽ എന്ത് കിട്ടും? n². പിന്നെ 30-നോട് എന്ത് ചെയ്യുക? n ഗുണിക്കുക. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? 400. ഇത്രേ നിങ്ങൾ എഴുതാവൂ. പരമാവധി സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ഇടുക. ഇനി നിങ്ങൾ ഓപ്ഷനെ സഹായത്തിനായിട്ട് വിളിക്കുക. ഇതിൽ ഏത് ഓപ്ഷൻ വന്നാലാണ് നമുക്ക് കൃത്യമായിട്ട് 400-ൽ എത്താൻ പറ്റുക? n-ന് പകരം 8 കൊടുത്താലാണോ, 9 കൊടുത്താലാണോ, 10 കൊടുത്താലാണോ, 11 കൊടുത്താലാണോ നമുക്ക് ഈ ഒരു വാല്യൂവിൽ n-ന് പകരം കൊടുത്താൽ 400-ലേക്ക് എത്തിച്ചേരാൻ പറ്റുക? നോക്ക്. 8 കൊടുത്താൽ എന്തായാലും എത്താൻ പോണില്ല. 8-ന്റെ സ്ക്വയർ 64 ഉള്ളൂ. 30-നോട് 64 കൂടെ ഗുണിച്ചിട്ട് എന്തായാലും കൂട്ടിയാൽ 400 കിട്ടൂല. 9 കൊടുത്താൽ കിട്ടോ? ഇല്ല. എന്തായാലും 10 കൊടുത്താൽ കിട്ടും. 10-ന്റെ സ്ക്വയർ 100. 30 ഇൻറ്റു 10 300. 300-ഉം 300-ഉം 100-ഉം 400 അല്ലേ? ഇവിടെ കിട്ടിയോ? അപ്പൊ അവിടുത്തെ n-ന്റെ മൂല്യം എത്ര അല്ലെങ്കിൽ n എത്ര എന്ന് ചോദിച്ചാൽ ധൈര്യമായി പറഞ്ഞോളൂ, 10. അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് ഈ 400 ബാഗ് എന്ന ടാർഗറ്റിലേക്ക് ഈ 2 പേരും കൂടി എത്തിച്ചേരും എന്ന് വെച്ചാൽ 10. കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ട, സമാധാനമായിട്ട് ചെയ്യേണ്ട ചോദ്യമാണ്. ആവേശം കാണിച്ചാൽ ഈ ചോദ്യം നിങ്ങൾ ചെയ്യാൻ പോണില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക കേട്ടോ.
അപ്പൊ ആദ്യത്തെ ദിവസം തച്ച ബാഗുകളുടെ എണ്ണം 31, അടുത്ത ദിവസം 33, 35 എന്ന ക്രമത്തിൽ എത്ര ദിവസം തയ്ച്ചാലാണ് 400 എന്ന ടാർഗറ്റിലേക്ക് എത്തുക എന്ന് ചോദിച്ചാൽ പറയുക 10 ദിവസം. അപ്പൊ നമ്പർ ഓഫ് ഡേയ്സ് എത്രയാണ്? 10 ദിവസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ 400 എന്ന എണ്ണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ കാര്യം. തെറ്റല്ലേ? നല്ല ചോദ്യമാണ്, വർക്ക് ആൻഡ് ടൈം അല്ല ഇത്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പുതിയൊരു ടോപ്പിക്കിലേക്ക് പോവാണ്. ഇതുവരെ നമ്മൾ ചെയ്ത ടോപ്പിക്കുകളുടെ എല്ലാം പ്രത്യേകത അവിടെ നിന്നെല്ലാം നമുക്ക് ഒരു 8 ചോദ്യങ്ങൾ കിട്ടിയിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ 8 ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തപ്പോൾ 8 ചോദ്യങ്ങൾ കിട്ടി എന്നുള്ളതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓരോ ചോദ്യങ്ങൾ കിട്ടിയ ടോപ്പിക്കാണ് ചെയ്തത്. ഇനി നമുക്ക് പുതിയൊരു ടോപ്പിക്കിലേക്ക് പോകാം. അത് പെർസെൻറ്റേജ് ആണ്, ശതമാനത്തിന്റെ ഭാഗത്ത് നിന്ന് ധാരാളം ചോദ്യങ്ങൾ നമ്മുടെ പരീക്ഷകൾ വന്നിട്ടുണ്ട്. അതൊരുപാട് വട്ടം കറക്കിയ ചോദ്യങ്ങളും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ ആ ചോദ്യങ്ങൾ ഒന്ന് പരിചയപ്പെട്ട് വരാം. നമുക്ക് അറിയുന്ന ടോപ്പിക് തന്നെയാണ്. അപ്പൊ പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ പ്രത്യേകത, അതിനകത്ത് അടിസ്ഥാനം 100ആണ്. 100നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്? അതിനകത്തുള്ള വാല്യൂസിനെ കമ്പയർ ചെയ്യുന്നതും വാല്യൂസ് കണ്ടെത്തുന്നതും. ഒരു ചോദ്യം ഇങ്ങനെയായിരുന്നു, 22 1/2% ഓഫ് 400. 22.5% ആരുടെ? 400ന്റെ. അപ്പൊ 400ന്റെ 22.5% കണക്കാക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് നോക്കുക. സിമ്പിൾ ആയിട്ട് 22.5% ആണല്ലോ. പൊതുവെ 22.5% കണക്കാക്കാനായിട്ട് നമ്മൾ മെനക്കെടാറില്ല. പകരം 22.5 നമുക്കൊന്ന് ഇരട്ടിയാക്കിയാലോടാ. 22.5 എന്ന് പറയുന്നത് 45 എന്നാക്കിക്കൂടെ? അല്ലെ? അപ്പൊ ഈ സൈഡ് ഇരട്ടിയാവുമ്പോൾ ഈ 400നെ നമുക്കൊന്ന് പകുതിയാക്കാം, ബാലൻസ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പൊ ഈ 45 ആയ സ്ഥിതിക്ക് 400നെ ഞാനൊന്ന് പകുതിയാക്കിയാൽ എനിക്ക് 200 കിട്ടും അല്ലെ? ഓക്കെ, അപ്പൊ 45 എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ 45ന്റെ ഇരട്ടി ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. അത് എത്രയാ? 90 അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ട് 200 പിന്നെയും ചെറുതാവൂലേ? എത്രയാവും? നേരെ പകുതിയാവും, 100. അപ്പൊ ശരിക്കും നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? 100ന്റെ 90% കണ്ടുപിടിച്ചാൽ മതി. പിടികിട്ടിയോ? അല്ലാതെ 22.5% കണക്കാക്കാനായിട്ട് നിൽക്കണ്ട, നമ്മുടെ സമയം കളയും. പകരം എന്ത് ചെയ്യുക? 400ന്റെ 22.5ക്ക് പകരം 200ന്റെ 45 കണ്ടുപിടിക്കുക. അത് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ 100ന്റെ 90. 100ന്റെ 90% എന്ന് വെച്ചാൽ ആര് തന്നെയാണ്? 90 തന്നെയാണ്. ഒരു സംശയവും വേണ്ട. കഴിഞ്ഞില്ലേ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആണ് പരിപാടി. നമ്മളിൽ പലരും ഇത് വെറുതെ ഭിന്നസംഖ്യയൊക്കെ ഇട്ട് ചെയ്തിട്ട് വെറുതെ അങ്ങ് കാട് കയറി പോകുന്ന തരത്തിലാണ് ചോദ്യങ്ങളെ സമീപിക്കുന്നത്. നമ്മുടെ സമീപനത്തിന്റെ പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുന്നതും മാർക്ക് കിട്ടാതെ പോകുന്നതും. അപ്പോ ഇത് 2023 കിട്ടിയ ഒരു ചോദ്യമാണ്. അതുപോലെ മറ്റൊരു ചോദ്യം, ഇനി അവാർഡ് 2021 ചോദ്യം കേട്ടോ, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. 25% ഓഫ് പോപ്പുലേഷൻ ആർ അഫക്റ്റഡ് ബൈ COVID-19. ഒരു വാർഡിലെ ആകെ പോപ്പുലേഷന്റെ 25%, ദാറ്റ് മീൻസ് ആ വാർഡിലുള്ള എത്ര പേരുണ്ടോ അതിന്റെ 1/4 ആളുകൾക്കും എന്തുണ്ട്? COVID-19 ബാധിച്ചിട്ടുണ്ട്. ഓഫ് ദീസ് 100 ആർ മെയിൽ. 100 പേര് പുരുഷന്മാരാണ്. 10 ട്രാൻസ്ജെൻഡേഴ്സ് ആൻഡ് അതർ ഫീമെയിൽ. 10 പേര് ട്രാൻസ്ജെൻഡേഴ്സും ബാക്കിയുള്ളത് ആരാണ്? സ്ത്രീകളുമാണ്. If the ward consists of 300 female and they constitute 50% of the total population, then how many female are affected എന്നാണ് ചോദ്യം. അപ്പൊ ആ ഒരു വാർഡിൽ മൊത്തം എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. അതിനകത്ത് 25% കോവിഡ് ബാധിച്ച ആൾക്കാരാണുള്ളത്. ഇനി ആ ഒരു വാർഡിനകത്ത് എത്ര പേരുണ്ട്? 300 സ്ത്രീകളുണ്ട്. ഈ 300 പേരുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ വാർഡിലെ 50% പേരാണ് അല്ലെ? അപ്പൊ ആ വാർഡിലെ 50% പേര്, ആകെ പോപ്പുലേഷന്റെ 50% 300 ആണ് എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആ വാർഡിന്റെ ടോട്ടൽ പോപ്പുലേഷൻ 100% അല്ലേടാ? ആണ്. അപ്പൊ അത് നമുക്ക് ആകെ 600 പേരെന്നെടുത്തൂടെ? എടുക്കാം. ഓക്കെ ആണേ? ഇത് സെറ്റാക്കി ഇവിടെ വെക്കൂ. മൊത്തം പോപ്പുലേഷന്റെ 25% കോവിഡ് ബാധിച്ചവരാണ്. ഇതിൽ ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന 300 എന്ന് പറയുന്ന കോവിഡ് ബാധിതരല്ല, ടോട്ടൽ പോപ്പുലേഷൻ ആണ്. സ്ത്രീകൾ 50% പേരാണ്. ഇതിൽ എന്താണ് പറയുന്നത്? 100%ത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇരട്ടി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടോട്ടൽ പോപ്പുലേഷൻ 600. ഇനി അടുത്ത കഥയിലേക്ക്. ഈ 600 പേര് ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ, ഉണ്ട്. ഈ 600 പേരില് 25% പേര് എന്ത് ചെയ്തിട്ടുണ്ട്? കോവിഡ് ബാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഈ 600ന്റെ 25% എടുക്കുക എന്ന് വെച്ചാൽ 1/4.
600ന്റെ 4/1 എന്ന് പറയുന്നത് 150 പേരല്ലേ? ആണ്. ഈ 150 പേരില് 100 പേര് പുരുഷന്മാരും 10 പേര് ട്രാൻസ്ജെൻഡറുമാണ് എന്ന് പറയുന്നു. അപ്പൊ 150 പേരിൽ 100 പുരുഷന്മാർ ഒപ്പം 10 ട്രാൻസ്ജെൻഡേഴ്സ്, അങ്ങനെ മൊത്തം 110 പേര് 2 കാറ്റഗറി ഒഴിവാക്കിയാൽ ബാക്കി വരുന്ന 40 പേര് ആരാണ്ടാ? സ്ത്രീകളാണ്. കോവിഡ് ബാധിച്ച സ്ത്രീകളുടെ എണ്ണമായിരുന്നു നമുക്ക് വേണ്ടിയിരുന്നത്. എത്രയത്? 40 പേരാണ്. സിമ്പിൾ ചോദ്യമാണ്. പക്ഷെ നമുക്കൊരു ബോധം വേണം. താഴെ നിന്ന് മുകളിലേക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതാവും. അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് എഴുതുകയാണെങ്കിൽ എക്സിറ്റ് നമ്മൾ ചെയ്തത് കുളമാക്കും കേട്ടോ. അപ്പൊ ആ ഒരു വാർഡിലെ ആകെ പോപ്പുലേഷൻ എത്രയാണെന്ന് നമുക്കറിയില്ല. പക്ഷെ പറയുന്നു ആ ഒരു പോപ്പുലേഷന്റെ വാർഡിന്റെ പകുതി ഭാഗം 50% എത്ര ആരാണ്? 300 പേരാണ്, സ്ത്രീകളാണ്. അപ്പൊ ഈ 300 പേര് സ്ത്രീകളാണ്, 50% ആണെങ്കിൽ ടോട്ടൽ പോപ്പുലേഷനിലേക്ക് പോകാൻ നിങ്ങൾ വേറെ അധികം തല പോയിക്കേണ്ട കാര്യമില്ല. എത്ര പേരുണ്ടാവും? 600 പേരുണ്ടാവും. ഈ 600ന്റെ 4/1 ഭാഗം കോവിഡ് ബാധിച്ചവരാണ്. അപ്പൊ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം കണ്ടുപിടിക്കാൻ 600ന്റെ 4/1 എടുത്താൽ മതി. എത്രയാ? 150 പേര്. ഈ 150 പേരിൽ നിന്ന് നമ്മൾ ആരെ ഒഴിവാക്കാൻ പോവാ? 100 പുരുഷന്മാരുടെയും 10 ട്രാൻസ്ജെൻഡേഴ്സിന്റെ എണ്ണം ഒഴിവാക്കാൻ പോവാ. അപ്പൊ ആ ഒരു 100ഉം 10ഉം ഒഴിവാക്കിയാൽ ബാക്കിയുള്ള അതർ ഫീമെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ആ 110 പേരെ ഒഴിവാക്കിയിട്ട് ബാക്കി എത്ര എടുത്താൽ മതി? 40 പേര്. ഈ 40 പേര് ആരാണ്? സ്ത്രീകളാണ്, കോവിഡ് ബാധിച്ച സ്ത്രീകൾ. ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഈസി അല്ലേ? അടുത്തൊരു ചോദ്യം. രാജുസ് ഇൻകം ഈസ് 20% ലെസ് ദാൻ ദാറ്റ് ഓഫ് റഹീം. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് റഹീംസ് ഇൻകം മോർ ദാൻ ദാറ്റ് ഓഫ് രാജുസ്? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? രാജുവിന്റെ ഇൻകം 20% കുറവാണ്. ആരെ അപേക്ഷിച്ച്? റഹീമിനെ അപേക്ഷിച്ച്. ഓക്കെ, ഇനി തിരിച്ചാണ് ചോദ്യം. ഹൗ മച്ച് പെർസെൻറ്റേജ് ഈസ് റഹീംസ് ഇൻകം മോർ ദാൻ ദാറ്റ് ഓഫ് രാജു? ഇത്തരം ചോദ്യം ചെയ്യാനായിട്ട് നമ്മളൊരു ടെക്നിക്ക് തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക? ഇവിടെ ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള 20 എഴുതുക. എഴുതിയല്ലോ. ഓക്കെ, എന്നിട്ട് ഈ 20നെ ലെസ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ 20നെ 100ൽ നിന്ന് മൈനസ് ചെയ്യുക. 100 - 20 അത് താഴെ എഴുതുക. ആദ്യം നമുക്ക് അവിടെ ലെസ് ആണോ മോർ ആണോ ഏതായാലും കുഴപ്പമില്ല, തന്നിരിക്കുന്ന പെർസെൻറ്റേജ് എഴുതുക. എന്നിട്ട് 100ൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന പെർസെൻറ്റേജ് ലെസ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. കൂടുതൽ അല്ലെ? നമ്മളോട് എങ്ങനെ പറയാം? മോർ ദാൻ എന്നുള്ള രീതിയിൽ തന്നൂടെ? ഇപ്പൊ 20% മോർ ദാൻ എന്നുള്ള രീതിയിൽ തരാലോ. അങ്ങനെയാണെങ്കിൽ പ്ലസ് ഇടുക കേട്ടോ. ഇവിടെ ലെസ് തന്നിട്ടുള്ളത് കൊണ്ടാണ് മൈനസ് ചെയ്തത്. ഇൻറ്റു 100 കൊടുത്താൽ മതി. ഓക്കെ, ഇത്രയും സിമ്പിൾ ചോദ്യവും നമ്മുടെ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 20/100 20 പോയാൽ 80 ഇൻറ്റു 100 കൊടുത്താൽ പോരെ, കഴിഞ്ഞു. ഈ 20നെയും 80നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ 4 എഴുതാം. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 100നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നു 25. അപ്പൊ രാജുവിന്റെ ഇൻകം റഹീമിന്റെ ഇൻകം വെച്ച് നോക്കുമ്പം എത്ര ശതമാനം കുറവെന്നാണോ? അല്ല, റഹീമിന്റെ ഇൻകം രാജുവിനെ വെച്ച് നോക്കുമ്പം എത്ര മോറാണ്, കൂടുതലാണ് എന്ന് ചോദിച്ചാൽ 25. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ പലതവണ ചെയ്യുന്നതാണ്, വേറെ ഒന്നുമില്ല. 20 ജസ്റ്റ് അവിടെ എഴുതുക. ഇവിടെ ലെസ് എന്ന് തന്നിട്ടുള്ളതുകൊണ്ട് 100ൽ നിന്ന് 20 കുറയ്ക്കുക. എത്ര കിട്ടും? 80. എന്നിട്ട് എന്ത് ചെയ്യുക? 100 കൊണ്ട് ഗുണിക്കുക. ഈ 20നെയും ഈ 80നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ 4 അല്ലേ? 100/4 എത്ര കിട്ടി? 25. പരിപാടി കഴിഞ്ഞു. ഈസി ആയിട്ട് കിട്ടുന്ന ചോദ്യമാണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. എ മാൻ ബോട്ട് ആൻ ആർട്ടിക്കിൾ ഫോർ ₹874. ഒരാള് 784 രൂപ കൊടുത്ത് ഒരു ആർട്ടിക്കിൾ വാങ്ങുകയാണ്. അതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 12% GST വരുന്നുണ്ട്. ഇൻക്ലൂഡഡ് GST 12%. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ദ ആർട്ടിക്കിൾ ബിഫോർ GST വാസ് ആഡഡ്? ഈ GST ആഡ് ചെയ്യുന്നതിന് മുമ്പ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് എന്തെന്ന് നോക്കുക അല്ലെ? അപ്പൊ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സാധനം വാങ്ങുന്നുണ്ട്, എന്തും കൂടെ ചേർത്ത് 12% GSTയും കൂടെ ചേർത്ത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് 100% എന്നെടുക്കാം. ഓക്കെ, ഇതിനകത്തേക്ക് GST ചേർക്കുമ്പോൾ 12% ചേർക്കുമ്പോൾ മൊത്തത്തിൽ 112% എന്നെടുക്കാലോ. 100% എന്ന് പറയുന്ന ആക്ച്വൽ പ്രൈസ്, 12% GST കൂടി ചേർത്താൽ അതിന് നമുക്ക് 112% എന്ന് വിളിക്കാം. ഇത് എത്ര രൂപയെന്ന് പറയുന്നു? 784 എന്ന് പറയുന്നു. ഇവിടെ നിന്ന് ഇതിന്റെ ആക്ച്വൽ പ്രൈസ്, ഇതിന്റെ ആർട്ടിക്കിളിന്റെ ആക്ച്വൽ പ്രൈസ് GST കൂട്ടുന്നതിന് മുമ്പുള്ള പ്രൈസ് കണ്ടുപിടിക്കാൻ എത്ര ശതമാനം എടുത്താൽ മതി? 100% എടുത്താൽ മതി.
ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ. ഈ 784 ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 112 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 784 112 കൂടെ ഡിവൈഡ് ചെയ്താൽ 7 എന്ന് കിട്ടും. 7 × 100 700. കഴിഞ്ഞില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം കേട്ടോ. ആ 784 ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 112. എന്തിനാ 112? അതിനകത്ത് GST കൂടി ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അല്ലെ? നിങ്ങൾ ക്രോസ് ചെയ്യുന്ന പോലെ ചെയ്യാറില്ലേ? ഇവിടെ 112 ആണ് നമുക്ക് എന്ത് ചെയ്യാൻ? ഇതിന്റെ പെർസെൻറ്റേജ് ആയിട്ട് തന്നിട്ടുള്ളത്. കണ്ടുപിടിക്കേണ്ട 100 ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 784 100 കൂടെ ഗുണിച്ചെഴുതി, എന്നിട്ട് 112 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എഴുതി. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇതിപ്പോ സ്ട്രക്ചർ ആയിട്ട് എഴുതണമെന്ന് തന്നെ ഇല്ല. നമുക്കറിയാം 12% GST കൂടെ വരുമ്പോൾ എന്താവും? 784ന്റെ ഒരു പെർസെൻറ്റേജ് എത്രയായിട്ട് ഉയരും? 112 ആയിട്ട് ഉയരും. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആക്ച്വൽ പ്രൈസ് ആയതുകൊണ്ട് അതിൽ നമ്മൾ എന്തെടുത്താൽ മതി? 100 എടുത്താൽ മതി. 784 112 കൂടെ ഡിവൈഡ് ചെയ്താൽ 7 എന്ന് കിട്ടും. 7നെ 100നോട് ഗുണിച്ചാൽ 700 എന്ന് നമുക്ക് ധൈര്യമായിട്ട് പറയാവുന്നതുമാണ്. തെറ്റായില്ലേ? അത്രേ ഉള്ളൂ കാര്യം. അടുത്തൊരു ചോദ്യം. ഇത് നമ്മൾ പല പരീക്ഷകളിൽ ആവർത്തിച്ച്, ഏറ്റവും ചെറിയ പരീക്ഷകൾ മുതൽ ഏറ്റവും വലിയ പരീക്ഷകൾ വരെ ആവർത്തിച്ച് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ്? വെൻ ഡയഗ്രം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പെർസെൻറ്റേജിലെ ചോദ്യങ്ങൾ ചെയ്യാറില്ലേ? ഒരുപാട് ചോദ്യങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇൻ എ വില്ലേജ് 50% ഓഫ് പീപ്പിൾ ഹാവ് കാർ, 30% ഹാവ് ടു വീലർ ആൻഡ് 15% ഹാവ് ബോത്ത് കാർ ആൻഡ് ടു വീലർ. What percentage of the people in the village has neither car nor two wheeler? അല്ലെ? അപ്പൊ ഇവിടെ നിങ്ങൾ ആലോചിച്ചാൽ മതി, ഒരു വില്ലേജിൽ 50% പേർക്ക് എന്ത് ഉണ്ട്? കാറുണ്ട്. 30% പേർക്ക് എന്തുണ്ട്? ടൂ വീലർ ഉണ്ട്. 15% പേർക്ക് ഇത് രണ്ടും ഉണ്ട്. എന്നാൽ ഈ രണ്ട് കൂട്ടത്തിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടോ എന്നുള്ളതാണ്. ഇത്തരം ചോദ്യം ചെയ്യാനായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്താന്ന് വെച്ചാൽ, കാറുള്ള ആൾക്കാരുടെ 50%, ടൂ വീലർ ഉള്ള 30%, ഇവരെ തമ്മിൽ കൂട്ടാലോ. അപ്പൊ എത്രയായി? 80% എന്ന് കിട്ടി. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എത്ര ശതമാനം പേരുണ്ട്? 15%. 15% എന്ത് ചെയ്യുന്നുണ്ട്? കാറും ഉണ്ട്, ടൂ വീലറും ഉണ്ട് അല്ലെ? അപ്പൊ ഈ കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കുക. അപ്പൊ 80%-ത്തിൽ നിന്ന് 15% ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് കിട്ടൂടാ? എന്ത് കിട്ടുന്നുണ്ട്? യെസ്, 65% എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ആക്ച്വലി എന്ത് മനസ്സിലാക്കുക ഇവിടെ നിന്ന്? കാറോ ടൂ വീലറോ ഉള്ള ആൾക്കാർ എത്ര ശതമാനം പേരെ അവിടെ ഉള്ളൂ? 65% ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ നിങ്ങൾ 100ൽ നിന്ന് ഈ 65നെ മൈനസ് ചെയ്യാം. 100ൽ നിന്ന് 65 മൈനസ് ചെയ്താൽ ബാക്കി വരുന്ന ഒരു 35% പേരില്ലേ? ഇവര് രണ്ട് ഗ്രൂപ്പിലും പെടുന്നില്ല. അവർക്ക് എന്തില്ല? കാറും ഇല്ല, ടൂ വീലറും ഇല്ല. ഈ പറയുന്ന ഒന്നും ഇല്ലാത്ത ആൾക്കാരാണ് 35. ഇത് നമ്മൾ പലപ്പോഴും പടം വരച്ചിട്ട്, വെൻ ഡയഗ്രാം വരച്ചിട്ട് ചെയ്യാറുണ്ടല്ലേ? നമ്മുടെ കയ്യിലൊരു വില്ലേജ് ഉണ്ട് അല്ലെ? വില്ലേജിൽ ആകെ 100 പേരുണ്ട്. ഈ 100 പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്? കാറുള്ള ആൾക്കാർ ഒരു സർക്കിളിൽ വരുന്നുണ്ട്, ടൂ വീലർ ഉള്ള ആൾക്കാർ അടുത്തൊരു സർക്കിളിൽ വരുന്നുണ്ട്. ഇത് രണ്ടും ഉള്ള ആൾക്കാർ ഇവിടെ കോമൺ ആയിട്ടും വരുന്നുണ്ട്. അപ്പൊ ഈ വെൻ ഡയഗ്രത്തിലേക്ക് എഴുതുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫുൾ ബോക്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രാമം 100ആണ് അല്ലെ? ഇതില് രണ്ടും ഉള്ളവർ, കാറും ടൂ വീലറും ഉള്ളവർ 15 ഇല്ലേ? ഇവര് കോമൺ ആയിട്ടുള്ള ഈ ഒരു പോർഷനിലാണ് വരിക 15. ആ 15 എഴുതി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സിമ്പിളാണ്. എങ്ങനെയാന്ന് വെച്ചാൽ, അതിനകത്ത് കാറുള്ള ആൾക്കാർ 50% പേരല്ലേ? ആദ്യത്തെ സർക്കിളുകാരല്ലേ? അപ്പൊ ആദ്യത്തെ സർക്കിളിൽ 15 എവിടെ പോയി? കോമൺ ഏരിയയിൽ പോയി അല്ലെ? ബാക്കി വരുന്ന 35 ഇവിടെ എഴുതിയാൽ മതി. ആ സർക്കിള് ഫുള്ള് 50ആണ്. ഇതിൽ 15% എവിടെ വന്നു? ആ കോമൺ ഏരിയയിൽ വന്നു. 35 അടുത്ത സ്ഥലത്ത്. ടൂ വീലറുകാർ എത്രയാ ഉള്ളേ? 30 അല്ലേ? അതിൽ 15% എവിടെ പോയി? കോമൺ ഏരിയയിൽ പോയി. ബാക്കി എവിടെ ഉള്ളൂ? 15 ടൂ വീലറിന്റെ ആ സർക്കിളിൽ മാത്രമായിട്ടുള്ളൂ. അപ്പൊ ടൂ വീലർ മാത്രം ഉള്ളത് 15% പേര്, കാറ് മാത്രമുള്ള 35% പേര്. 15% പേർക്ക് ടൂ വീലറും ഉണ്ട്, കാറും ഉണ്ട്. അപ്പൊ ഇനി സർക്കിളിനകത്തുള്ള എത്ര പേരുണ്ടെന്ന് മാത്രം ഇവിടെ നിന്ന് നോക്കിയാൽ പോരെ? എത്ര പേരുണ്ട്? 35, 15, പിന്നെ കോമൺ 15. അപ്പൊ മൊത്തത്തിൽ എത്രയായി? 35 30 65. അപ്പൊ സർക്കിളിനുള്ളിൽ എത്ര പേരുണ്ട് എന്ന് വെച്ചാൽ, കോമൺ ആയിട്ടുള്ള ഏരിയ പിന്നെ രണ്ട് സെപ്പറേറ്റ് ഏരിയ. അപ്പൊ 35 15 എത്രയായി? 50. 50 15 65.
മൊത്തം 100 പേരല്ലേ? ആണ്. ഈ 100-ൽ നിന്ന് ആരെ ഒഴിവാക്കുക? 65-നെ ഒഴിവാക്കുക. അല്ലെ? ഈ 100-ൽ നിന്ന് 65 ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നത് എത്രയാ? 35. ഞാൻ പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് പടമൊന്നും വരച്ചിട്ട് സമയം കളയണ്ട. അല്ലാതെ നമുക്ക് കോമൺ ആയിട്ട് തന്നെ ലോജിക് അനുസരിച്ച് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതുമാണ്, ഓർത്തിരുന്നാൽ മതി. അടുത്തൊരു ചോദ്യം. Among 250 students, 110 students like football and 152 students like cricket and 53 students like both football and cricket. How many students like neither football nor cricket? തൊട്ട് മുമ്പ് ചെയ്ത അതേപോലത്തെ ചോദ്യം. ഇവിടെ പെർസെൻറ്റേജ് അല്ല, എണ്ണമാണ്. ആകെ 250 കുട്ടികളുണ്ട് അല്ലെ? അതിൽ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന 110 പേരുണ്ട്. ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന 152 പേരുണ്ട്. ആണോ? ആണ്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? 53 പേര് ഈ രണ്ടിലും കോമൺ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ശരിയല്ലേ? 53 പേര് എന്ത് ചെയ്യുന്നുണ്ട്? ക്രിക്കറ്റും ഫുട്ബോളും ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആദ്യം ഇവരെ തമ്മിൽ ആഡ് ചെയ്യാം. ഫുട്ബോളുകാരെയും ക്രിക്കറ്റുകാരെയും തമ്മിൽ ആദ്യം അങ്ങ് ആഡ് ചെയ്യാം അല്ലെ? അപ്പൊ ഇതിനകത്ത് ഇവര് ഫുട്ബോൾ മാത്രമെന്നോ ക്രിക്കറ്റ് മാത്രമെന്നോ പറഞ്ഞിട്ടില്ലാത്തത് കാരണം ഇവിടെ എന്ത് ചെയ്യണം? കോമൺ ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കിയേ മതിയാവും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ അങ്ങ് ആഡ് ചെയ്യാം അല്ലെ? അപ്പൊ 110ഉം 152ഉം കൂടെ ആഡ് ചെയ്തിട്ട് 262 എന്ന് എഴുതുക. ശേഷം ഇതിൽ നിന്ന് കോമൺ ആയിട്ടുള്ള 53 പേരെ ഒഴിവാക്കുക. കോമൺ ആയിട്ടുള്ള 53 പേരെ ഒഴിവാക്കിയാൽ ബാക്കി കിട്ടുന്നത് 209 പേരല്ലേ? ഈ 209 പേരുടെ പ്രത്യേകത എന്താ അറിയോ? അവര് ക്രിക്കറ്റിലോ ഫുട്ബോളിലോ ഉള്ളവരാ. ഫുട്ബോളോ ക്രിക്കറ്റോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ആകെയുള്ള കുട്ടികളായ 250 ഇതിൽ നിന്ന് ഈ 209 പേരെ അങ്ങ് ഒഴിവാക്കുക. അപ്പൊ ഈ 209 പേര് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ക്രിക്കറ്റിന്റെയോ ഫുട്ബോളിന്റെയോ ഗ്രൂപ്പിലുള്ളൂ. ബാക്കി വരുന്ന എത്ര പേർ? 41 പേർ ഈ രണ്ട് ഗ്രൂപ്പിലും ഇല്ല. അവർക്ക് എന്ത് ഇഷ്ടമല്ല? ക്രിക്കറ്റും ഇഷ്ടമല്ല, ഫുട്ബോളും ഇഷ്ടമല്ല. ഇത്രേ ഉള്ളൂ. ഇവിടെ എന്ത് ചെയ്യാൻ നിൽക്കണ്ട? വെറുതെ പടം വരച്ച് സമയം കളയാൻ നിൽക്കണ്ട. എന്ത് ചെയ്യാ? 110ഉം 152 തമ്മിൽ കൂട്ടുക അല്ലെ? 262. ഇവിടെ നിന്ന് 53 എന്ന നമ്പറിനെ മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നത് 209. അപ്പൊ 209ന്റെ പ്രത്യേകത എന്താ? ഇവര് ക്രിക്കറ്റോ ഫുട്ബോളോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാ. അപ്പൊ ഇതിലൊന്നും പെടാത്ത ആൾക്കാരെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ടോട്ടൽ എണ്ണമായ 250-ൽ നിന്ന് ആരെ ഒഴിവാക്കുക? ഈ 209നെ ഒഴിവാക്കുക. ബാക്കി വരുന്ന 41 പേരുടെ പ്രത്യേകത എന്താ അറിയോ? ഇവർക്ക് ക്രിക്കറ്റോ ഫുട്ബോളോ ഇഷ്ടമല്ലാത്ത ആൾക്കാരാ. ആ രണ്ട് ഗ്രൂപ്പിലും പെടാത്ത ആൾക്കാരാ. ഓക്കെ. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ വന്നിട്ട് ഒരുപാട് പേര് തെറ്റിച്ചതും പലരും ആൻസർ പോലും എഴുതാതെ ഇട്ടിട്ട് ഓടിയതുമായിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ അതായത് ചോദ്യം ഇങ്ങനെയാണ്. ഇൻ എ സിറ്റി 80% ഓഫ് റെസിഡൻസ് ഹാവ് എ സ്കാർ ഓൺ വൺ ഐ. ഒരു കണ്ണിൽ സ്കാർ വരുന്ന അല്ലെങ്കിൽ അടയാളമുള്ള എത്ര പേരുണ്ട്? 80% പേര് ഒരു സിറ്റിയിലുണ്ട്. എന്നാൽ 80% പേർക്ക് ഇയറിലാണ്, ചെവിയിലാണ് സ്കാർ വരുന്നത്. അതുപോലെ 75% പേർക്ക് ആമിലാണ്. പിന്നെ 85% പേർക്ക് ലെഗിലും. എന്നാൽ അതിനകത്ത് ഒരു X% പേർക്ക് ഈ പറയുന്ന എല്ലാ അവയവങ്ങളിലും ഹാവ് എ സ്കാർ ഓൺ ഓൾ ദ 4 ലിംസ്. നമ്മളിപ്പോൾ പറഞ്ഞ 4 അവയവങ്ങളിലും സ്കാർ വരുന്ന ഒരു X% പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ദ മിനിമം വാല്യൂ ഓഫ് X% ആകാൻ സാധ്യതയുള്ള ഏറ്റവും കുറഞ്ഞ വില എത്ര എന്നുള്ളതാണ്. ഇത്തരം ചോദ്യം ചെയ്യാനായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യുക. ആദ്യം നമുക്ക് ഈ കണ്ണിൽ സ്കാർ വന്ന ആൾക്കാരും ചെവിയിൽ സ്കാർ വന്ന ആൾക്കാരെയും കൂടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. അവർ രണ്ടുപേരും കൂടെ ഒരു സെറ്റ് ആക്കാൻ പോവാട്ടോ. എവിടേക്കാണ്? കണ്ണിലും ചെവിയിലും സ്കാർ വന്ന ആൾക്കാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഗ്രൂപ്പ് ഉണ്ടാക്കി നോക്കുമ്പോൾ 80ഉം 80ഉം എത്ര വരുന്നുണ്ട്? 160% പേരുണ്ട്. നമുക്ക് എല്ലാവർക്കും ലോജിക്കലി അറിയുന്ന ഒരു കാര്യമാണ്, ഒരു സിറ്റിയിലെ പോപ്പുലേഷൻ എടുക്കുമ്പോൾ അതിനകത്ത് എത്ര ശതമാനം ഉണ്ടാവുള്ളൂ? 100% ടോട്ടൽ. പക്ഷെ ഇവിടെ 160 വന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ 100 ടോട്ടൽ പോപ്പുലേഷൻ ആയ 100 ഇതിൽ നിന്ന് കുറയ്ക്കും. അപ്പൊ എന്ത് കിട്ടി? 60% പേർ. ഈ 60% പേരുടെ പ്രത്യേകത എന്താ അറിയോ? ഈ ഐയിലും ഇയറിലും കോമൺ ആയിട്ട്, ഐയിലും സ്കാർ ഉണ്ട് ഇയറിലും സ്കാർ ഉള്ള കോമൺ ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ് ഈ 60. ഈ കോമൺ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ എക്സ്ട്രാ വരുന്നത്, അതുകൊണ്ടാണ് 60 എടുത്തത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു ഐ പ്ലസ് കേട്ടോ, ഇയർ പ്ലസ്
ഇനി എന്താണ് ആം. ഈ 3 അവയവങ്ങളിലും സ്കാറുള്ള ആൾക്കാരുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഐയുടെ ഇയറിന്റെ 60 നമ്മൾ ഓൾറെഡി എടുത്തു വച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആമിന്റെ 75 കൂടെ ചേർത്താൽ പോരെ? ആമിന്റെ 75 കൂടെ നമ്മൾ ഇവിടെ ആഡ് ചെയ്യാണ്. അങ്ങനെ മൊത്തത്തിൽ എത്രയായി? 60 + 75 135% എന്ന് കിട്ടിയോ? കിട്ടി. അവിടെയും ഏറ്റവും വലിയ പ്രശ്നം എന്താ? ആകപ്പാടെ ആൾക്കാർ 100 ഉള്ളൂ. അപ്പൊ 135-ൽ നിന്ന് ആരെ ഒഴിവാക്കുക? 100% ഒഴിവാക്കുക. അപ്പൊ എത്ര കിട്ടി? 35%. അവിടെ നിന്ന് എന്ത് മനസ്സിലായി? ഐ, ഇയർ, ആം ഈ 3 അവയവങ്ങളിലും സ്കാറുള്ള എത്ര ശതമാനം പേരുണ്ട്? 35. അപ്പൊ നമുക്കിനി ഒരു ഗ്രൂപ്പും കൂടെ അതിനകത്ത് വരാനുണ്ടല്ലോ, ലെഗിലുള്ളവര്. അപ്പൊ നമ്മൾ അവരെയും കൂടെ ചേർക്കുകയാണ്. ഐ, ഇയർ, പിന്നെ ആം, അതുപോലെ ലെഗ്. ഓക്കെ, ഇവരെ കൂടി ഇതിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഇത് എത്രയായിട്ട് മാറും? 35%-നോടൊപ്പം ആരെയും കൂടി ചേർക്കണം? ലെഗിന്റെ 85 കൂടെ ചേർക്കണ്ടേ? അപ്പൊ എത്രയായിട്ട് മാറും ഇത്? ഇത് 120% മാറും. നമുക്ക് 120 എടുക്കാനുണ്ടോ? ഇല്ല, ആകപ്പാടെ 100 ഉള്ളൂ. അപ്പൊ 120-ൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്യും? 100-നെ മൈനസ് ചെയ്താൽ ബാക്കി വരുന്നത് 20 അല്ലേടാ. ഇപ്പൊ ഈ 20-ന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ 20% എല്ലാ അവയവങ്ങളിലും സ്കാർ ഉള്ളവരുടെ, ഈ പറഞ്ഞ 4 കാറ്റഗറിയിലും പെടുന്ന ആൾക്കാരുടെ മിനിമം വാല്യൂ എന്ന് പറയുന്നത്, ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് ഏതേ എടുക്കാൻ പറ്റൂ? 20. കേട്ടോ, ഇതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റില്ല. മിനിമം 20% പേർക്കെങ്കിലും എന്ത് വേണം? എല്ലാ അവയവങ്ങളിലും സ്കാർ ഉണ്ടാകണം. ഈ ഒരു രീതിയിലാണെങ്കിൽ കിട്ടിയോ? ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് അതിൽ നിന്നെല്ലാം ഈ 100%-ത്തെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെയാണ് ഉത്തരത്തിലേക്ക് പോകേണ്ടത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്തത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് ചെയ്യാൻ മറ്റൊരു മാർഗം കൂടിയുണ്ട്. അപ്പോ അതെങ്ങനെയാന്ന് വെച്ചാൽ നോക്കടാ, 80, 75, 85 ഇവരെല്ലാവരും കൂടെ ആദ്യമേ നിങ്ങൾ അങ്ങ് കൂട്ടിക്കോ. 80, 80, 160, 75, 85, 160. അപ്പൊ മൊത്തം 320 എന്ന് കിട്ടിയില്ലേ? ഇവരെല്ലാവരെയും കൂടെ കൂട്ടിയാൽ ഈ 320% എന്ന് പറയുന്ന ആർക്ക് മുകളിലാണ്? 100-ന്റെ മൾട്ടിപ്പിളിന് മുകളിലാണ്. 100%-ന്റെ മൾട്ടിപ്പിളിന് അല്ലെ? 320 എന്ന് പറയുന്നത് 100-ന്റെ മൾട്ടിപ്പിളായ 300-ന് മുകളിലല്ലേ ആണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഈ 320-ൽ നിന്ന് അതിന് തൊട്ട് താഴെ വരുന്ന 100-ന്റെ മൾട്ടിപ്പിളായ ആരെ ഒഴിവാക്കുക? 300-നെ അങ്ങ് ഒഴിവാക്കുക. നമ്മൾ നേരത്തെ ഓരോ ഗ്രൂപ്പ് ചെയ്തിട്ട് ഓരോ സ്ഥലത്തു നിന്നും 100 വീതം കുറച്ചില്ലേ? പകരം ചെയ്യുന്നതാണ് ഇവരെല്ലാവരെയും കൂടെ ഒരുമിച്ച് അങ്ങ് കൂട്ടുക. എന്നിട്ട് ഈ 3 സ്ഥലത്ത് ഡിഫറൻ്റ് ആയിട്ട് നമ്മൾ 100 കുറച്ചു. പകരം ഇതെല്ലാം കൂടെ ഒരുമിച്ച് 300 അങ്ങ് കുറയ്ക്കുക. ഇതിന്റെ ആവശ്യമുള്ളൂ. എത്ര കിട്ടി? 20%. സോ ദ മിനിമം വാല്യൂ എന്ന് പറയുന്നത് എത്ര വരിക? 20 എന്ന് വരിക. ദ മിനിമം വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 20% ആണ്. പിടികിട്ടിയോ? നല്ല ചോദ്യമാണേ. അധികം നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു മോഡൽ ചോദ്യമാണ്. ഒന്ന് നോക്കിയിരിക്കുക കേട്ടോ. പിന്നെ നമുക്ക് നോക്കാനുള്ളത് പുതിയൊരു ടോപ്പിക്കാണ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ. ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങളുടെ എണ്ണം 7. എന്ന് വെച്ചാൽ എന്താ? 8 ചോദ്യ പേപ്പറിൽ 7 ക്വസ്റ്റ്യൻ കിട്ടി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴികെ ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ചില ചോദ്യങ്ങൾ കണ്ടാൽ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണെന്ന് പോലും തോന്നത്തില്ല. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ലോജിക്ക് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ചോദ്യങ്ങൾ, ആ ഒരു 7 ചോദ്യങ്ങൾ കൂടി ഈ കൂട്ടത്തിൽ അങ്ങ് പരിചയപ്പെട്ടോ. എന്തായാലും നിങ്ങൾ റിവൈസ് ചെയ്യല്ലേ? അപ്പൊ ഇതിന്റെ കൂടെ ഇരിക്കട്ടെ. 2 ടോപ്പിക്ക് നമ്മളിപ്പോ തന്നെ ചെയ്തു, കൂടെ ഒരു ടോപ്പിക്കും കൂടെ ഇരുന്നോട്ടെ. ഓക്കെ, അപ്പൊ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ ഭാഗത്തു നിന്നുള്ള 7 ചോദ്യങ്ങൾ നോക്കുകയാണ്. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, സിമ്പിൾ ചോദ്യം. ദ റേറ്റ് ഓഫ് ₹8 to 80 പൈസ. സിമ്പിൾ ആണ്. എന്ന് വെച്ചാൽ 8 രൂപയും 80 പൈസയും തമ്മിലുള്ള അംശബന്ധം എന്ത്? അപ്പൊ ഇത് രൂപയാണ്, ഇത് പൈസയാണ്. അംശബന്ധം എഴുതാൻ പറ്റുമോ? അംശബന്ധം എഴുതണമെങ്കിൽ 2 ക്വാണ്ടിറ്റീസ് തമ്മിൽ എങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരിക്കണം? ഒരേ യൂണിറ്റ് ആയിരിക്കണം. നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാറുള്ളതാണ്. ശരിയല്ലേ? അപ്പൊ ഈ 8 രൂപയെ പൈസയാക്കുക, അല്ലെങ്കിൽ പൈസയെ രൂപയാക്കുക. ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഏതാണ് നിങ്ങൾക്ക് സൗകര്യം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. ഇപ്പൊ 8 രൂപയെ നമ്മൾ എന്ത് ചെയ്യാണ്? പൈസയാക്കുകയാണെങ്കിൽ എന്ത് കിട്ടും? 800 പൈസ എന്ന് കിട്ടും. ഇത് 80 പൈസയോടുള്ള അംശബന്ധം എന്താന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാൽ മതി? ഇവിടെ 80 ഉണ്ട്, ഇവിടെ 80 ഉണ്ട്, വെട്ടിക്കളഞ്ഞാൽ ബാക്കി 10:1 എഴുതാം. ഇതൊരു മാർഗം. അല്ലാന്നുണ്ടെങ്കിൽ 8 രൂപയുടെ 8 അതുപോലെ എഴുതുക.
80 പൈസയെ രൂപയിലേക്ക് മാറ്റി എഴുതാം. 80 പൈസ എങ്ങനെ രൂപയിലേക്ക് മാറ്റി എഴുതാം? 80/100 എന്ന തരത്തിൽ അല്ലെ. ഈ 80/100നെ നമുക്ക് എങ്ങനെ എഴുതാം? 8/10 എന്ന് എഴുതി കൂടെ? എഴുതാമല്ലോ. കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഇതിനെങ്ങനെ അംശബന്ധത്തിലേക്ക് മാറ്റാന്ന് വെച്ചാൽ ഈ 10നെ കൂടി ഇവിടേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ. അതായത് എന്തായാലും ഈ 8 8 വന്നിട്ടുണ്ട്, അത് ക്യാൻസൽ ആയി പോയിട്ട് ഈ 10 അവിടേക്ക് പോകുമ്പോൾ 10:1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എന്ത് എഴുതുക? 80:8 എന്ന് എഴുതുക. ശരിയല്ലേ? 8 കളയാ, ബാക്കി എത്രയാ? 10:1. ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ബേസിക് ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മുടെ ഡിഗ്രി പ്രിലിംസിൽ വന്നിട്ടുള്ള ചോദ്യമാണ്, കൊണ്ടുപോയി കളയരുത്. അടുത്ത ചോദ്യം, ഫൈൻഡ് എക്സ് ഇഫ് 5:7 = x:35. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അതായത് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 5:7 എന്നത് x:35 തുല്യമാണെങ്കിൽ എക്സ് കണ്ടെത്താമോ എന്നുള്ളതാണ്. അത് കണ്ടെത്താൻ ഭയങ്കര സിമ്പിൾ ആണ്. എന്ത് ചെയ്യുക? ഈ 5 35 തമ്മിൽ ഗുണിക്കുക. 5 × 35, ആദ്യത്തെ നമ്പറും അവസാനത്തെ നമ്പറും തമ്മിലാണ് ഗുണിച്ചത്. ഇനി ഇടയ്ക്കുള്ള ഒരു നമ്പർ ആണല്ലോ മിസ്സിങ്. അപ്പൊ നമുക്ക് അറിയുന്ന നമ്പർ കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യാം. 7. കണ്ടോ? ഈ 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 5 5 25 എന്നാണ് കിട്ടുക. കഴിഞ്ഞു. അപ്പൊ എക്സിന്റെ മൂല്യം എത്രയാണെന്ന് വെച്ചാൽ 25 എന്നുള്ളതാണ്. ഓക്കെ ആണേ? ചെയ്ത കാര്യത്രേ ഉള്ളൂ. എന്ത് ചെയ്യുക? ഈ ആദ്യത്തെ 5ഉം അവസാനത്തെ 35ഉം 5 × 35 എന്ന് എഴുതുക. ഇടയ്ക്ക് എക്സും 7 ആണുള്ളത്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 കിട്ടും. 5 5 25. കണ്ടോ? കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തൊരു ചോദ്യം, ഇൻ എ സ്കൂൾ ഓഫ് 800 സ്റ്റുഡൻസ് എവറി സ്റ്റുഡന്റ് റീഡ്സ് 5 ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് എവറി ന്യൂസ് പേപ്പർ ഈസ് read by 100 students. The number of newspapers is. എന്തൊക്കെ ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടല്ലേ? അതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ അതിനകത്ത് നമുക്ക് കിട്ടിയത് എന്തോ അതങ്ങ് ചെയ്താൽ മതി. 800 കുട്ടികളുണ്ട്. എല്ലാ കുട്ടികളും 5 ന്യൂസ് പേപ്പർ വീതം വായിക്കുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും. അപ്പൊ 800 കുട്ടികൾക്ക് 5 ന്യൂസ് പേപ്പർ വീതം വായിക്കണം എന്ന് പറയാം അല്ലെ. അപ്പൊ ശരിക്കും ന്യൂസ് പേപ്പർ എത്ര എണ്ണം വേണം? ഒരു 4000 എണ്ണം വേണം. ചോദ്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് എവറി ന്യൂസ് പേപ്പർ ഈസ് റീഡ് ബൈ 100 സ്റ്റുഡൻസ്. ഓരോ ന്യൂസ് പേപ്പർ എന്ത് ചെയ്യുന്നുണ്ട്? 100 കുട്ടികൾ വായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 100 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുക. ശരിക്കും ഇതൊരു അനുപാതം അല്ലേ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മനസ്സിലായോ? യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇത് ക്യാൻസൽ ചെയ്യുക, ഇത് ക്യാൻസൽ ചെയ്യുക. 8 5 40. ഒരു 40 പത്രം ഉണ്ടെങ്കിൽ പരിപാടി കഴിയും. അപ്പൊ നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് എന്ന് പറയുന്നത് 40. കഴിഞ്ഞു. ഇത് ശരിക്കും അനുപാതം വെച്ചിട്ടാ. കുട്ടികളുടെ എണ്ണവും അവർ വായിക്കുന്ന പത്രത്തിന്റെ എണ്ണവും ഏതിന് തുല്യാണ്? പത്രങ്ങളുടെ എണ്ണവും ഓരോ പത്രവും വായിക്കുന്ന കുട്ടികളുടെ എണ്ണവും തമ്മിലുള്ള ഒരു റിലേഷനാണ് ശരിക്കും ഇവിടെ തന്നിരിക്കുന്നത്. കുട്ടികളുടെ എണ്ണത്തെയും പത്രത്തിന്റെ എണ്ണത്തെയും, വായിക്കുന്ന പത്രം അവിടെ ഉള്ള പത്രം അല്ലെ, അത് ശരിക്കും റേഷ്യോയിലല്ലേ വരുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ അല്ലെ. അത്രേ ഉള്ളൂ. അതിന്റെ അതേ ലോജിക്കാണ്. ആകെ കുട്ടികൾ 800 അല്ലെ. ഓരോ കുട്ടിക്ക് എത്ര പത്രം വേണം? 5 പത്രം വേണം. എന്നാൽ ഓരോ പത്രവും എത്ര കുട്ടികൾ വായിക്കുന്നുണ്ട്? 100 കുട്ടികൾ. കഴിഞ്ഞ പരിപാടി. കണ്ടോ? അപ്പൊ 8 5 40. ഇത്രയും സിമ്പിൾ ആയിട്ട് ഈ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിനകത്ത് എക്സും വൈ ഒന്നും കൊണ്ടുവന്ന് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ വെറുതെ സമയം പോകും. അത്രേ ഉള്ളു കാര്യം. ഓക്കെ ആണേ? മറ്റൊരു ചോദ്യം, 2 numbers are in the ratio 2:3. If 5 is to be subtracted from each, they are in the ratio 3:5. Find the first number. കേട്ടോ? ഇവിടെ 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3. ഇതിൽ ഓരോ സംഖ്യയിൽ നിന്ന് 5 വീതം കുറച്ചാൽ ഇതിന്റെ അംശബന്ധം 3:5 ആയിട്ട് മാറും എന്ന് പറയാം. ഓക്കെ. അപ്പൊ 2 സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആണെങ്കിൽ സംഖ്യകളെ നമുക്ക് 2x 3x എന്ന് എടുക്കാം. നമ്മൾ കുറെ വർഷങ്ങളായിട്ട് എടുക്കുന്നതാണ് അല്ലെ. ഈ സംഖ്യകളിൽ നിന്ന് നമ്മൾ ഒരു 5 വീതം കുറയ്ക്കുക. അതായത് 2x-ൽ നിന്ന് ഞാനൊരു 5 കുറച്ചു. അതുപോലെ 3x-ൽ നിന്നും ഞാനൊരു 5 കുറയ്ക്കുകയാണ്. കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അംശബന്ധം 3:5 ആയിട്ട് മാറി അല്ലെ. അതായത് നമുക്ക് 3/5 എന്ന് പറയാമല്ലോ അല്ലെ. അപ്പൊ 2x - 5ഉം 3x - 5ഉം കൂടെ നമ്മൾ ഒന്ന് ഏതിലേക്ക്? റേഷ്യോയിലേക്ക് കൊണ്ടുവന്നാൽ 3/5 എന്ന് കിട്ടുമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യും? ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും അല്ലെ.
ഇതിങ്ങനെ ക്രോസ് ചെയ്യുക, ഇതിങ്ങനെ ക്രോസ് ചെയ്യുക, എക്സ് കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? 5 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പൊ എന്ത് കിട്ടും? 5 ഇൻറ്റു 2x മൈനസ് 5. അവിടെ കിടന്നോട്ടെ. അടുത്തത് 3 ഇൻറ്റു 3x മൈനസ് 5 ആണല്ലോ. 5 ഇൻറ്റു 2x എത്രയാ? 10x എന്നാണ്. 5 ഇൻറ്റു 5 എത്രയാ? 25 എന്നാണ്. 3 ഇൻറ്റു 3x എത്രയാ? 9x എന്നാണ്. 3 ഇൻറ്റു 5 15. കണ്ടോ, ഇവിടെ ഒരു 10x, ഇവിടെ ഒരു 9x ഇല്ലേ? ഈ 9x കൂടെ അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ 10x മൈനസ് 9x എന്ന് കിട്ടും. ഈ 10xൽ നിന്ന് ഈ 9x കുറച്ചാൽ x എന്നാണ് കിട്ടുക. ഈ മൈനസ് 25 അപ്പുറത്തേക്ക് പോയാലോ? പ്ലസ് 25. ഇതിൽ നിന്ന് 15 കുറച്ചാൽ പോരെ. 25 15 പോയാൽ ബാക്കി എത്രയാ? 10. കണ്ടോ, എക്സിന്റെ വില കിട്ടി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആദ്യത്തെ സംഖ്യ ഏത്? ആദ്യത്തെ നമ്പർ ആരാ? 2x. അപ്പൊ 2 ഇൻറ്റു 10 എന്ന് എടുത്താൽ മതി. 2 ഇൻറ്റു 10 എന്ന് വെച്ചാൽ ആരാ? 20. കഴിഞ്ഞു. അപ്പൊ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവരെ ഗുണിക്കുന്നതും അതിന്റെ ചിഹ്നങ്ങളും കൃത്യമായി ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് ഈ മെത്തേഡിൽ ആൻസറിലേക്ക് പോകാൻ പറ്റും. പിടികിട്ടിയോ? ഇത് നമുക്ക് ജസ്റ്റ് അംശബന്ധം മാത്രം വെച്ചിട്ടും ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ, ആദ്യം ഉണ്ടായിരുന്ന അംശബന്ധം 2:3 അല്ലേ? ഇതിൽ നിന്ന് 2ൽ നിന്ന് ഒരു 5 വീതം കുറഞ്ഞപ്പോ ഇത് 3:5 ആയി മാറി എന്നുള്ളതാണ് കഥ. എന്റെ ലോജിക്ക് കൃത്യമാണോ എന്ന് നോക്കിയേ. 2 ആയിരുന്ന മൂല്യം 5 കുറഞ്ഞാൽ 3 ആവുമോ? ഇല്ല. 3 ആയിരുന്ന മൂല്യം 5 കുറഞ്ഞിട്ട് 5 ആവുമോ? അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. കുറയുമ്പം അംശബന്ധം നമുക്ക് എന്ത് ചെയ്യണം? കുറഞ്ഞ രീതിയിൽ തന്നെ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഇവിടുത്തെ ഒരു വ്യത്യാസം നോക്കും. 2, 3 അംശബന്ധം എത്രയാ? ഇവിടുത്തെ അംശബന്ധം നോക്കുമ്പോൾ 1 എന്നാണ് അല്ലെ? ഗ്യാപ്പ് നോക്കുമ്പോൾ 2ന്റെയും 3ന്റെയും ആ ഒരു ഗ്യാപ്പ് 1 യൂണിറ്റ് ആണ്. പക്ഷേ അതിന്റെ വ്യത്യാസം, അതായത് 5 വീതം കുറച്ച് കഴിഞ്ഞപ്പോ ഇവിടെ ഉണ്ടോ? ഇവിടുത്തെ ഗ്യാപ്പ് 2 ആയി മാറി. ഇത് പോസിബിൾ ആണോ? ആദ്യം നമ്മൾ ആ 2 സംഖ്യകൾ തമ്മിലുള്ള അകലം നോക്കുമ്പോൾ 1 യൂണിറ്റേ ഉള്ളൂ. എന്നാൽ 5 വീതം കുറയുമ്പോൾ ഇവർ തമ്മിലുള്ള അകലം മാറുമോ? അംശബന്ധം മാറുമോ? ഇല്ല. അതിന് സാധ്യത വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഇതാണ്ടോ, ഈ ഒരു 2നെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഗുണിക്കുക. താഴെയുള്ള വ്യത്യാസമായ 2നെ മുകളിൽ ഗുണിച്ച് ചേർക്കുക. അപ്പൊ എത്ര കിട്ടും? 4:6 എന്ന് കിട്ടും. 1നെ താഴെ ഗുണിച്ച് ചേർക്കുക. 1നെ താഴെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 3:5 എന്ന് കിട്ടും. കണ്ടോ? ഇനി നിങ്ങൾ നോക്കിയേ, 4ൽ നിന്ന് 3ലേക്ക് വന്നപ്പോൾ എത്ര യൂണിറ്റ് ആയി? 1 യൂണിറ്റ് കുറഞ്ഞു. കറക്റ്റ് അല്ലേ? 6ൽ നിന്ന് 5ലേക്ക് വന്നപ്പോൾ എത്ര യൂണിറ്റ് കുറഞ്ഞു? 1 യൂണിറ്റ് കുറഞ്ഞു. അപ്പൊ 1 യൂണിറ്റിന്റെ കുറവ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആണേ. അതെന്തുകൊണ്ടാ? 5 കുറച്ചത് കൊണ്ടല്ലേ. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് എത്ര ഉള്ളൂ? 1 യൂണിറ്റ്, 1 യൂണിറ്റ് ഈക്വൽ ടു 5 ആണ് അല്ലെ? അപ്പൊ അവിടെ കുറഞ്ഞു വന്ന 1 യൂണിറ്റ് എന്ന് വെച്ചാൽ ശരിക്കും 5 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സംഖ്യ, ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 4 യൂണിറ്റ് അല്ലേ? ആണ്. അപ്പൊ 1 യൂണിറ്റ് 5 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ നമ്മൾ എത്ര യൂണിറ്റ് എടുത്താൽ മതി? 4 യൂണിറ്റ് എടുത്താൽ മതി. അപ്പൊ 1 യൂണിറ്റ് 5 ആണെങ്കിൽ 4 യൂണിറ്റ്, 4 5 20 എന്നെടുത്താൽ പോരെ? പരിപാടിയേ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. 20 കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ ഫസ്റ്റ് നമ്പർ. സെക്കൻഡ് നമ്പർ ആണെങ്കിൽ 6 ഇൻറ്റു 5 എടുത്താൽ മതി, 30. ഇവിടെ കിട്ടിയോ? ഈ രീതി ചെയ്യാൻ പറ്റും. നല്ല ചോദ്യം കേട്ടോ. നിങ്ങൾക്ക് എക്സിറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ പറഞ്ഞ പോലെ അകലം എടുത്തിട്ടും ചെയ്യാം കേട്ടോ. അടുത്തൊരു ചോദ്യം. A and B start a business with investments in the ratio 5:10. എയും ബിയും കൂടെ ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അവിടുത്തെ ഇൻവെസ്റ്റ്മെന്റ് 5:10 ആണ്. സി joined the firm later and invested ₹20,000. സി ആ ഒരു ഫാമിലിക്ക് ഇവരോടൊപ്പം വന്ന് ജോയിൻ ചെയ്യാണ്. പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഒരു 20,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങിയത്. ആ സമയത്ത് അറ്റ് ദ സെയിം ടൈം എ ആൻഡ് ബി ഇൻവെസ്റ്റഡ് ₹2,000 ഈച്ച്, സോ ദാറ്റ് ദ ഇൻവെസ്റ്റ്മെന്റ്സ് ഓഫ് എ ബി സി became in the ratio 10:15:25. How much A had invested initially? അപ്പൊ രണ്ടുപേരെ ആദ്യം 5:10 എന്ന അംശബന്ധത്തിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അവരോടൊപ്പം സി എന്ന മൂന്നാമത്തെ ആൾ വന്ന് ചേർന്നു. അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് 20,000 രൂപയായിരുന്നു. ഇത് കണ്ട് സഹിക്കാൻ പറ്റാത്ത ആര്? എയും ബിയും കൂടി ഒരു 2,000 രൂപ വീതം എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്തു. ആ സമയത്ത് ഇവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ 10:15:25 ആയിട്ട് മാറിയെന്നു. അതായത് എയുടേത് 10,
ബിയുടേത് 15, സിയുടേത് 25 ഇങ്ങനെയായിട്ട് മാറി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ആദ്യം എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ്, എയുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് 10x എന്ന് വിളിക്കാം അല്ലേ, കുഴപ്പമില്ല. ബിയുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് 15x എന്ന് വിളിക്കാം അല്ലേ, വിളിക്കാം. അങ്ങനെയാണെങ്കിൽ സിയുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് 25x എന്ന് വിളിക്കാൻ പാടില്ലേ? സി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമാണ്. അത് അതുപോലെ തന്നെ തന്നിട്ടുണ്ട്, 20,000 രൂപ. അപ്പൊ സിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 25x ആണ്. ഇത് എത്ര രൂപയാ? 20,000 രൂപയാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് എക്സ് എഴുതാൻ പറ്റുമോ? പറ്റും. അവിടുത്തെ എക്സ് എത്രയാണ് എന്ന് ചോദിച്ചാൽ 20,000നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. 25x എന്ന് പറയുന്നത് 20,000 ആണ്. അപ്പൊ എക്സിന്റെ മൂല്യം എത്രയാന്ന് വെച്ചാൽ 20,000/25. അപ്പൊ 20,000നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 800 എന്നാണ്. അപ്പൊ എക്സിന്റെ മൂല്യം 800. അപ്പൊ എന്റെ ചോദ്യം, എയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്ര? എയുടെ നിലവിലത്തെ ഇൻവെസ്റ്റ്മെന്റ് 10x അല്ലേ. അപ്പൊ എ ഇപ്പൊ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ 10 × 800 എന്നുള്ളതാണ്. അപ്പൊ നിലവിൽ എയുടെ ഇൻവെസ്റ്റ്മെന്റ് 8,000 രൂപയാണ് ആണല്ലോ. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്തല്ല, ഇപ്പൊ എ എത്ര ഇൻവെസ്റ്റ് ചെയ്തെന്നല്ല, തുടക്കത്തിൽ എ എത്ര ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പൊ 8,000 രൂപയായ എങ്ങനെയാ? രണ്ടാമതൊരു 2,000 കൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ലേ. അപ്പൊ തുടക്കത്തിൽ എ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ 8,000-ൽ നിന്ന് ഈ 2,000 കുറച്ചിട്ട് എത്രന്ന് എഴുതിയാൽ മതി? 6,000 എഴുതിയാൽ മതി. അത്രയുള്ള കാര്യം. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം എത്രേ ഉള്ളൂ, ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് 10x, 15x, 25x അങ്ങനെ എടുത്തു. ഇവിടെ ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ആവശ്യമേ ഉണ്ടായിരുന്നില്ല. സിയുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 25x ആയതുകൊണ്ട് സി എത്ര ഇൻവെസ്റ്റ് ചെയ്തു? 20,000 ആണ്. അതിൽ നിന്ന് നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. എത്രയാ? 800 രൂപ. ഓക്കെ, ഇവിടെ നിന്ന് എയുടെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഏത് എഴുതിയാൽ മതിയായിരുന്നു? 10x എന്ന് എഴുതിയാൽ മതിയായിരുന്നു. അപ്പൊ എന്തെഴുതി? 10 × 800 8,000 എന്ന് എഴുതി. അപ്പൊ എ ഇപ്പൊ നിലവിൽ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്? 8,000 ആണല്ലോ. അപ്പൊ അതിനകത്ത് ഒരു 2,000 രൂപ രണ്ടാമത് ഇൻവെസ്റ്റ് ചെയ്തില്ലേ. അപ്പൊ 8,000-ൽ നിന്ന് 2,000 ഒഴിവാക്കിയാൽ അത് എത്രയായിട്ട് മാറും? 6,000 രൂപയായിട്ട് മാറും. അപ്പൊ ഈ 6,000 ആയിരുന്നു ആദ്യത്തെ എയുടെ ഇൻവെസ്റ്റ്മെന്റ്. ഇത്രയുള്ള കാര്യം. ഇവിടെ നിന്ന് ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യാ? 15നെ എന്ത് ചെയ്യാ? 8,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ? വേണ്ട, 800 കൊണ്ട്. ബിയുടേത് ചോദിച്ചാൽ 15 × 800 കൊടുത്താൽ മതി. എത്ര കിട്ടും? അപ്പം 12,000 എന്ന് കിട്ടും. അതിലെ ഇനിഷ്യലി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് ചോദിച്ചാൽ 12,000-ൽ നിന്ന് 2,000 കുറച്ചാൽ മതി. കിട്ടൂലേ? അത്രേ ഉള്ളൂ കാര്യം കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം. സാലറീസ് ഓഫ് ആശ, ശ്രീരാഗ് and Dilip are in the ratio 3:4:5 respectively. If the salaries were decreased by 5%, 10% and 13% respectively due to COVID pandemic. ചോദ്യം ഉണ്ടോ? കോവിഡുമായിട്ട് ബന്ധപ്പെട്ട 2-3 ചോദ്യമായിട്ടുണ്ട്. What will be the new ratio of their salaries? 3 പേരുണ്ടേ. ആരൊക്കെയാ? ആശ, ശ്രീരാഗ്, ദിലീപ്. ആദ്യം ഉണ്ടായിരുന്ന സാലറീസ് ഉണ്ടോ? 3:4:5. അപ്പൊ ഞാൻ അവരുടെ സാലറി 300 രൂപ നമുക്ക് ചെയ്യാനുള്ള സൗകര്യത്തിന് എഴുതുകയാണേ. 400 രൂപ, 500 രൂപ എന്ന് ഞാൻ അങ്ങ് എടുക്കുകയാണ്. കുഴപ്പമില്ലല്ലോ. ആരൊക്കെയാണ്? ആശ, ശ്രീരാഗ്, ദിലീപ്. ഇവർക്ക് കോവിഡിന്റെ പ്രതിസന്ധി കാരണം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാൾക്ക് 5% സാലറി കുറച്ചു. ആർക്ക്? ആശയ്ക്ക്. അപ്പൊ 300ന്റെ ഒരു 5% എടുക്കണം. എത്ര രൂപയാ? ഒരു 15 രൂപ. 300ന്റെ 10% 30 അല്ലേ. 15 രൂപ എന്ത് ചെയ്തു? സാലറി കുറച്ചു. എത്രയായി? 285 രൂപയായി. ശ്രീരാഗിനാണെങ്കിൽ എത്ര ശതമാനം? 10% തന്നെ കുറച്ചു. എത്ര രൂപ കുറച്ചു? അപ്പൊ 40 രൂപ കുറച്ചു. എത്രയായി? 400-ൽ നിന്ന് 40 പോയാൽ 360 രൂപയാണ് പുതിയ സാലറി. ദിലീപിനാണെങ്കിൽ 13% കുറച്ചു. എന്ന് വെച്ചാൽ 500-ൽ നിന്ന് 500ന്റെ 13%. 13 × 5 എടുത്താൽ മതി അല്ലേ. എത്രയാ? 65. അങ്ങനെ എടുത്താൽ പോരെ? 13% അല്ലേ എടുക്കുന്നത് 500ന്റെ. അപ്പൊ 13 × 5 മാത്രം എടുത്താൽ മതി. എത്ര കിട്ടും? 65 എന്ന് കിട്ടും. 65 മൈനസ് ചെയ്തപ്പോ നമുക്ക് എത്ര കിട്ടി? 435 എന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയല്ലേ?
ഇതാണ് ഇവരുടെ പുതിയ സാലറി. ഇതിന്റെ അംശബന്ധം എന്ത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഇവരുടെ അംശബന്ധം എഴുതാൻ ഇവരൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. ഇവരെല്ലാവരെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. 285-നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 28-ൽ എത്ര അഞ്ചാ ഉള്ളത്? 5 എണ്ണം. പിന്നെ വരുന്നത് 7. ഓക്കെ, 57. റെഡി. 360-ൽ എത്ര വരുന്നുണ്ട്? 36-ൽ എത്രയാ വരിക? 7 എണ്ണം വരുന്നുണ്ട്. പിന്നെ ഒരു 2. ഓക്കെ. 435-ൽ നോക്കുമ്പം 87. പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ സംഭവം. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതിനകത്ത് വേറെ ഒന്നും ഇറക്കാൻ നിൽക്കണ്ട. ഇതുപോലെ എന്ത് ചെയ്യുക? 3 വാല്യൂസ് എഴുതുക. 100ന്റെ മൾട്ടിപ്പിൾ എഴുതിയാൽ അത്രയും സൗകര്യം. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് അതിൽ നിന്ന് പറയുന്ന ശതമാനത്തിനനുസരിച്ച് വാല്യൂസ് കുറച്ചെഴുതുക. എന്നിട്ട് ആ കുറച്ച് കിട്ടിയ വാല്യൂസിന്റെ അംശബന്ധം എടുക്കുക. 57, 72, 87. കണ്ടോ? ഏതാ? ഓപ്ഷൻ ബി ആണ്. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. വലിയ കുഴപ്പമില്ലാതെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. തെറ്റല്ലേ? യെസ്. അതുപോലെ മറ്റൊരു ചോദ്യം. The sum, difference and product of two numbers are in the ratio. 2 സംഖ്യകൾ കേട്ടോ. ഈ 2 സംഖ്യകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ആ 2 സംഖ്യകളുടെ തുക, അവരുടെ വ്യത്യാസം, അവരുടെ ഗുണനഫലം, ഇവരുടെ അംശബന്ധം എത്രാന്ന് തന്നിട്ടുണ്ട്? 30 എന്നാണോ തന്നിരിക്കുന്നത്? അല്ല, 5:1:30. ദ പ്രോഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഈ സംഖ്യകളുടെ ഗുണനഫലം എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഇവരുടെ സം, ഇവരുടെ ഡിഫറൻസ്, ഇവരുടെ പ്രോഡക്റ്റ്, അംശബന്ധം എങ്ങനെയാ? 5:1:30 എന്നാണല്ലോ. അപ്പൊ ഇവരുടെ തുക എന്ന് പറയുന്നതിനെ നമുക്ക് 5x എന്ന് വിളിക്കാം, വ്യത്യാസത്തെ x എന്ന് വിളിക്കാം, ഗുണനഫലത്തെ നമുക്ക് എന്ത് വിളിക്കാം? പറഞ്ഞേ. ഗുണനഫലത്തെ 30x എന്ന് വിളിക്കാം. അവിടെ കിടക്കട്ടെ, തൽക്കാലം അവിടെ കിടക്കട്ടെ. ഇവിടെ നിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ തുക, 2 സംഖ്യകൾ എയും ബിയും ആണെന്നിരിക്കട്ടെ. ഇവരുടെ തുകയും വ്യത്യാസവും നമുക്കറിയാമെങ്കിൽ ഈ സംഖ്യകളെ കണ്ടുപിടിക്കുക എളുപ്പമാണ്. ഈ 2 സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് 5x ആണ്. ഇവരുടെ വ്യത്യാസം എന്ന് പറയുന്നത് x ആണ്. അപ്പൊ സംഖ്യകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? ആദ്യത്തെ സംഖ്യയായ എ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ 5x-ഉം x-ഉം തമ്മിൽ കൂട്ടുക. 5x-ഉം x-ഉം തമ്മിൽ കൂട്ടിയാൽ 6x അല്ലേ? ഇതിന്റെ പകുതി എടുക്കുക. 6x-ന്റെ പകുതി 3x. ഇനി രണ്ടാമത്തെ സംഖ്യ ബി എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ ഇവരെ തമ്മിൽ കുറയ്ക്കുക. 5x-ഉം x-ഉം കൂടെ കുറച്ചാൽ എത്ര കിട്ടും? 4x. 4x-ന്റെ പകുതി എന്ന് വെച്ചാൽ 2x. പിടികിട്ടിയോ? അപ്പൊ ആദ്യത്തെ സംഖ്യ 3x, അടുത്ത സംഖ്യ 2x. ഉറപ്പിച്ചേ? അപ്പൊ സംഖ്യകൾ മനസ്സിലായല്ലേ? അപ്പൊ ഇവരുടെ പ്രോഡക്റ്റ് അഥവാ ഗുണനഫലം എന്ന് പറയുന്നത് എന്താ? 3x-ഉം 2x-ഉം കൂടെ ഗുണിച്ചാൽ പോരെ? അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് 3x × 2x എന്ന് എഴുതാം അല്ലെ? 3x × 2x എന്ന് പറയുന്നത് എത്രയാ? 3x × 2x എന്ന് പറയുന്നത് 6x² എന്ന് കിട്ടത്തില്ലേ? പിടികിട്ടിയോ? ഇവരുടെ ഗുണനഫലം എന്ന് പറയുന്നത് 6x². ഇത് എത്രാന്ന് തന്നിട്ടുണ്ട്? ഇത് 30x എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഗുണനഫലമായ 6x² എന്ന് പറയുന്നത് 30x എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു x-ഉം ഇവിടത്തെ ഒരു x-ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് ഇവിടെ ഒരു 6 ഇല്ലേ? ഈ 6-ഉം 30-ഉം കൂടെ ക്യാൻസൽ ചെയ്തു. അപ്പൊ 5. 30-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 5. അപ്പൊ x-ന്റെ വില എത്രയാന്ന് വെച്ചാൽ 5 എന്ന് കിട്ടും. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ പ്രോഡക്റ്റ്, ഇവരുടെ ഗുണനഫലം എന്താണെന്ന്. ഗുണനഫലം 30x അല്ലേ? അപ്പൊ ഇതിനെങ്ങനെ എഴുതുക? 30 × 5 എന്ന് എഴുതുക അല്ലെ? 30 × 5 എന്ന് വെച്ചാൽ എത്ര കിട്ടുക? 150. ഇവരുടെ ഗുണനഫലം 150. ഇത്രയേ ഉള്ളൂ കാര്യം. ചോദ്യം കാണുന്ന ഭീകരതയൊന്നും ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ ഇല്ല എന്നുള്ള സത്യം ആദ്യം മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഇതൊന്ന് എഴുതാനായിട്ടുള്ള ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എങ്ങനെയാണ്? തുക എന്ന് പറയുന്ന 5, അപ്പൊ 5x എന്ന് പരിഗണിച്ചു. വ്യത്യാസം 1, x എന്ന് പരിഗണിച്ചു. പിന്നെ ഗുണനഫലം 30, അപ്പൊ എങ്ങനെയാ? 30x എന്ന് പരിഗണിച്ചു. അപ്പൊ തുക എന്ന് വെച്ചാൽ എയും ബിയും കൂടെ കൂട്ടുമ്പോ എന്ത് കിട്ടിയെന്നാ? 5x കിട്ടിയെന്നാ. ഇനി ഇവരെ തമ്മിൽ കുറച്ചാൽ a - b എന്ന് വെച്ചാൽ എന്താണ്? 1 ആണ് അല്ലെ? 1 യൂണിറ്റ് ആണ്. അപ്പൊ 1 യൂണിറ്റിന് നമുക്ക് എന്താ എഴുതാം? 1x അല്ലെങ്കിൽ x എന്ന് എഴുതുക. അപ്പൊ ഇത് തമ്മിൽ കൂട്ടിയാൽ 5x, കുറച്ചാൽ എന്ത്? x. അങ്ങനെയാണെങ്കിൽ ഇതിലെ വലിയ സംഖ്യ a എങ്ങനെ കിട്ടും? 5x x തമ്മിൽ കൂട്ടുക.
തുകയും വ്യത്യാസവും തമ്മിൽ കൂട്ടുക. എന്ത് കിട്ടും? 6x. ഇതിന്റെ പകുതി എടുക്കുക, എത്ര കിട്ടും? 3x. ഇനി ചെറിയ സംഖ്യയായ b നമുക്ക് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ 5x നിന്ന് x കുറയ്ക്കുക. എത്ര കിട്ടും? 4x. 4xന്റെ പകുതി എടുത്താൽ മതി. 4xന്റെ പകുതി 2x അല്ലേ? ഇനി ഇവരുടെ പ്രോഡക്റ്റ് ഗുണനഫലം എന്ന് വെച്ചാൽ 3xന്റെയും 2xന്റെയും ഗുണനഫലം അല്ലേ? അതെത്ര കിട്ടുക? 6x² എന്നാണ്. അപ്പൊ ഈ 6x² എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നു? പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എത്ര എന്ന് പറഞ്ഞിരിക്കുന്നത്? 30 എന്നല്ലേ? അപ്പൊ അതിനെ നമ്മൾ 30x എന്നല്ലേ പരിഗണിക്കുക? അംശബന്ധത്തിൽ നിന്ന് സംഖ്യയിലേക്ക് വരുമ്പോൾ x കൂടെ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരു x ഉണ്ടായിരുന്നു, ഇവിടുത്തെ x ക്യാൻസലായി. ബാക്കി വരുന്ന 6xന്റെ വാല്യൂ 30 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 30/6 5 അല്ലേ? ആണ്. നമുക്കറിയാം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മളിപ്പോ എടുത്തെഴുതിയത് 30x ആണ്. അപ്പൊ അത് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 30 × 5 എന്ന് എഴുതിയാൽ മതി. 30 × 5 എത്രയാ? 150 അല്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ അടുത്ത ഗുണനഫലത്തെ 150 എന്ന് നേരിട്ട് അങ്ങ് എഴുതുന്നതാണ് സൗകര്യം. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ അല്ലേ? ക്ലിയർ ആണേ? അപ്പൊ ഈ ഒരു ചോദ്യത്തിന് അത്ര കണ്ട് ബുദ്ധിമുട്ടില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്ത ചോദ്യങ്ങളൊന്ന് നോക്കുക. 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിലൂടെ കടന്നുപോയി. അത്രയ്ക്കും തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ആയിരുന്നു അല്ലെ? ഏകദേശം നമ്മൾ എത്ര ചോദ്യം ചെയ്തു? 22 ചോദ്യം ചെയ്തു. അപ്പൊ ആ 22 ചോദ്യങ്ങളും അത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അതേ ചോദ്യങ്ങൾ തന്നെ വരും എന്നൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പരീക്ഷകളിൽ കിട്ടും, ഉറപ്പാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ കോൺഫിഡൻസ് കൂടാൻ ഇത്തരം ചോദ്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പല ചോദ്യങ്ങളും നമ്മൾ നേരിട്ട് ചെയ്യുന്നവയല്ല അല്ലെ? ടോപ്പിക്കുകളിൽ നമ്മൾ പഠിക്കുന്നവ പോലും അല്ല. അതിനകത്ത് വേറെ വേറെ വ്യത്യസ്തതയൊക്കെ ചോദ്യങ്ങളിൽ വന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് വിലയിരുത്തി ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്സ് എല്ലാം കവർ ചെയ്ത ടോപ്പിക്സ് എല്ലാം സെറ്റാക്കി നിങ്ങൾ വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടിയേ ഉള്ളൂ. കുറച്ച് ചെറിയ ചെറിയ ഏരിയാസ് എന്ന് വെച്ചാൽ ചോദ്യങ്ങളുടെ എണ്ണം കുറവുള്ള കുറച്ച് ഏരിയാസ് കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, അപ്പം ഇതൊന്ന് സെറ്റാക്കി വെക്കുക. ബാക്കി ചോദ്യങ്ങളായിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.